ഗ്രേഡ് കുറഞ്ഞ NITs ആകുമ്പോൾ നമുക്ക് ജോബ് ഷുവറിറ്റി പറയാൻ പറ്റില്ല. പക്ഷേ നിങ്ങൾ ഈ ഒരു മാർക്ക് റേഞ്ചിൽ വന്നാൽ നിങ്ങൾക്ക് ടോപ്പ് NITs കിട്ടും, MTech മാത്രമല്ല IITസിലും കിട്ടും. അവിടെയൊക്കെ MTech ചെയ്തവൾ അഡ്വാൻറ്റേജ് എന്താ? അപ്പോൾ അതുകൊണ്ട് തന്നെ 2024 കഴിഞ്ഞാൽ നമുക്ക് 2025 കൂടിയും നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു എക്സാം വരുന്നുണ്ട്. അപ്പോൾ അത് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ നമുക്ക് ഗേറ്റ് 2025 എന്ന് പറയുന്ന ഗേറ്റ് 2025 ഒന്ന് ടാക്കിൾ ചെയ്യാനായിട്ടല്ലേ ആ ഒരു ഹായ് വെൽക്കം ഓൾ ടു എൻട്രി ടെക്നിക്കൽ യൂട്യൂബ് ചാനൽ. സോ ഇന്നത്തെ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഗേറ്റ് എക്സാമിൻ്റെ ഇമ്പോർട്ടൻസും ഗേറ്റ് സ്കോർ കൊണ്ട് നമുക്ക് നമ്മുടെ BTechന് ശേഷം ഒരു ഗേറ്റ് സ്കോർ ഉണ്ടെങ്കിൽ നമുക്ക് എന്തൊക്കെ ഓപ്പർച്യൂണിറ്റീസ് ആണ് നമ്മുടെ മുന്നിലേക്ക് വരുന്നത് എന്നതിനെ പറ്റിയുള്ളൊരു ഡീറ്റെയിൽ ഡിസ്കഷനാണ്. അപ്പോൾ നമുക്കറിയാം ഗേറ്റ് 2024 നമുക്ക് എക്സാം ഡേറ്റ് ഒക്കെ ഔട്ടായിട്ടുണ്ട്. ഫെബ്രുവരി ഫസ്റ്റ് വീക്കോട് കൂടി നമുക്ക് ഗേറ്റ് 2024 എക്സാം നടക്കുകയാണ്. അപ്പോൾ ഓൾമോസ്റ്റ് മിക്ക സ്റ്റുഡൻസും ആ ഒരു എക്സാമിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷനിലാണ്. കുറച്ച് ആൾക്കാരൊക്കെ ഇപ്പോൾ ലെറ്റ്സ് ലാസ്റ്റ് ടൈം അപ്ലൈ ചെയ്ത് ജസ്റ്റ് ബേസിക്കായിട്ട് കുറച്ച് കാര്യങ്ങളെങ്കിലും നോക്കിയിട്ട് പോകാം എന്നുള്ള രീതിയിൽ പ്രിപ്പറേഷൻ നടക്കുന്നുണ്ട്. എങ്ങനെ തന്നെയാണെങ്കിലും നമുക്ക് എന്തായാലും ഈ ഒരു ഗേറ്റ് എക്സാമിൻ്റെ ഇമ്പോർട്ടൻസും ഗേറ്റ് എക്സാമിലൂടെ നമുക്ക് കൈവരാൻ പോകുന്ന അവസരങ്ങൾ എന്തൊക്കെയാണ് എന്നതിനെ പറ്റിയൊക്കെ നമുക്കൊന്ന് മനസ്സിലാക്കാം. ഇനി അത് മനസ്സിലാക്കിയതിന് ശേഷം നമുക്കറിയാം ഗേറ്റ് എന്ന് പറയുന്ന എക്സാം എല്ലാ വർഷങ്ങളിലും നടക്കുന്നതാണ് അല്ലേ. എല്ലാ വർഷവും ഫെബ്രുവരി മാസങ്ങളിൽ നമുക്ക് കിട്ടുന്ന ഒരു എക്സാം തന്നെയാണ് ഗേറ്റ് എക്സാം. അപ്പോൾ അതുകൊണ്ട് തന്നെ 2024 കഴിഞ്ഞാൽ നമുക്ക് 2025 കൂടിയും നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു എക്സാം വരുന്നുണ്ട്. അപ്പോൾ അത് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ നമുക്ക് ഗേറ്റ് 2025 എന്ന് പറയുന്ന ഗേറ്റ് 2025 ഒന്ന് ടാക്കിൾ ചെയ്യാനായിട്ടല്ലേ ആ ഒരു ഗേറ്റ് സ്കോർ നേടിയെടുക്കാനായിട്ട് നമുക്ക് ഇപ്പോഴേ എങ്ങനെ, അതായത് നമുക്ക് 2024 ഫെബ്രുവരിയിൽ എക്സാം കഴിയുന്നു, നമ്മൾ അടുത്തൊരു എക്സാമിന് വേണ്ടിയിട്ട് 2025 നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ ആ ഒരു എക്സാമിന് നല്ല രീതിയിൽ അപ്രോച്ച് ചെയ്യാനായിട്ട് ഏത് രീതിയിൽ നിങ്ങൾ പഠിച്ചു തുടങ്ങണം, അല്ലെങ്കിൽ നമുക്കുള്ള മെക്കാനിക്കൽ കോർ സബ്ജക്ട്സുകളൊക്കെ ഏത് ഓർഡറിൽ നിങ്ങൾ പഠിച്ചു തുടങ്ങണം എന്നതിനെ പറ്റിയൊക്കെ ഒരു ബേസിക് ഇൻഫോർമേഷൻ ഞാൻ ഇന്നത്തെ സെഷനിൽ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ മാക്സിമം എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണാനായിട്ട് നോക്കുക. നിങ്ങൾക്ക് ഗേറ്റ് എക്സാമുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരുപാട് യൂസ്ഫുൾ കണ്ടൻസുകൾ ഈ ഒരു സെഷനിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഡയറക്റ്റായിട്ട് സെഷനിലേക്ക് പോകാം. സോ വൺസ് അഗൈൻ ഐ വെൽക്കം യു ആൾ ടു ദ സെഷൻ. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഈ ഒരു ഗേറ്റ് എക്സാം എഴുതാൻ എലിജിബിൾ ആയിട്ടുള്ള കാൻഡിഡേറ്റ്സ് ആരാണ് എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് പറയാം, ക്വാളിഫിക്കേഷൻ പറയുന്നത് BTech കംപ്ലീറ്റഡ് ഓർ ഫൈനൽ ഇയർ ഓർ തേർഡ് ഇയർ ഡൂയിങ് അല്ലേ. അതായത് എഞ്ചിനീയറിംഗ് തേർഡ് ഇയർ അല്ലെങ്കിൽ ഫൈനൽ ഇയർ പഠിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കും BTech കംപ്ലീറ്റ് ചെയ്ത ഉദ്യോഗാർത്ഥികൾക്കും എന്ത് ചെയ്യാം, ഗേറ്റ് എക്സാം അപ്ലൈ ചെയ്യാം. അപ്പോൾ അതിനകത്ത് നിന്ന് തന്നെ നമുക്കൊരു ചാൻസ് കിട്ടുകയാണ്. അതായത് നമ്മൾ BTech കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് ഗേറ്റ് എക്സാം എഴുതാനുള്ള ഒരു അവസരമാണ്. അതായത് നമ്മൾ തേർഡ് ഇയർ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്കൊരു ട്രൈ ചെയ്യാം, ഫൈനൽ ഇയർ പഠിക്കുന്ന സമയത്ത് നമുക്ക് ഗേറ്റ് എക്സാം ട്രൈ ചെയ്യാം അല്ലേ. അപ്പോൾ അങ്ങനെയൊക്കെ ആ ഒരു ടൈമിൽ നമുക്ക് ആ എക്സാം എഴുതുമ്പോൾ ബെനിഫിറ്റ് എന്താണെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കേ. നമ്മൾ തേർഡ് ഇയർ പഠിക്കുന്ന സമയത്ത് നമ്മൾ എക്സാം എഴുതുന്നു, നമുക്കൊരു ഗേറ്റ് സ്കോർ കിട്ടുന്നു എന്ന് വിചാരിക്കുക. അതല്ല, തേർഡ് ഇയർ നമ്മൾ ട്രൈ ചെയ്തു, നമുക്ക് ഗേറ്റ് സ്കോർ നേടാനായിട്ട് സാധിച്ചില്ല. നമുക്ക് ഫൈനൽ ഇയറിൽ വീണ്ടും നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ 8th സെമസ്റ്റർ ക്ലാസ് നടക്കുന്നതിനോടൊപ്പം ഫെബ്രുവരി മാസത്തിൽ നമുക്ക് വീണ്ടും ഗേറ്റ് എക്സാം വരുന്നു. നമുക്ക് ഫൈനൽ ഇയറിൽ നമുക്ക് എന്ത് ചെയ്യാം, ഗേറ്റ് എക്സാം അറ്റൻഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ഗേറ്റ് എക്സാമിൻ്റെ റിസൾട്ടൊക്കെ ഫെബ്രുവരി എക്സാം നടക്കുന്നു, മാർച്ചിൽ തന്നെ നമുക്ക് റിസൾട്ട് വരുന്ന ഒരു രീതിയാണ് ഗേറ്റ് എക്സാം ഉള്ളത്. അപ്പോൾ നമ്മൾ കോളേജിൽ നിന്ന് പഠിച്ചിറങ്ങുമ്പോൾ തന്നെ നമ്മളൊരു ഗേറ്റ് സ്കോറോട് കൂടിയാണ് നിങ്ങൾ കോളേജിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നതെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന ബെനിഫിറ്റ് എന്താണ്? ഒന്ന്, നമുക്ക് കോളേജിൽ പ്ലേസ്മെൻറ്റ്സുകൾ, നിങ്ങളിപ്പോൾ കേരള ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജിൽ BTech ചെയ്യുന്ന ഉദ്യോഗാർത്ഥികളായിക്കോട്ടെ, നിങ്ങൾ എവിടെ BTech ചെയ്യുന്നവരായിക്കോട്ടെ, നിങ്ങൾക്ക് പഠിച്ചിറങ്ങുന്ന സമയത്ത് കോളേജിൽ നിന്ന് തന്നെ പ്ലേസ്മെൻറ്റ് വരാറുണ്ട്. അപ്പോൾ ആ പ്ലേസ്മെൻറ്റിന് നിങ്ങൾ ഇരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വാലിഡ് ഗേറ്റ് സ്കോർ ഉള്ള ഒരു കാൻഡിഡേറ്റ് ആണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ആ ഇൻ്റർവ്യൂവിൻ്റെ ടൈമിൽ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ബെനിഫിറ്റ് വളരെയധികം നിങ്ങൾക്ക് ആ ഒരു ഇൻ്റർവ്യൂ ക്ലിയർ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യും, യൂസ്ഫുൾ ആയിരിക്കും. കാരണം നിങ്ങളൊരു വാലിഡ് ഗേറ്റ് സ്കോർ ഉള്ള ഒരു കാൻഡിഡേറ്റ് ആണെങ്കിൽ അതിൽ നിന്ന് തന്നെ ആ ഒരു ഇൻ്റർവ്യൂവിന് കൺഫേം ആണ് നിങ്ങളുടെ കോർ നോളജ് എന്താണ്, നിങ്ങളുടെ സബ്ജക്റ്റിൻ്റെ നോളജ് എന്താണെന്നുള്ളത് ആ ഇൻ്റർവ്യൂവിന് ക്ലിയർ ആവും. കാരണം നിങ്ങൾ കോളേജിൽ നിങ്ങൾ തേർഡ് ഇയർ അല്ലെങ്കിൽ ഫൈനൽ ഇയർ പഠിക്കുമ്പോൾ തന്നെ ഗേറ്റ് ക്ലിയർ ചെയ്ത ഒരു ഉദ്യോഗാർത്ഥിയാണ്. അതിൽ നിന്ന് തന്നെ നിങ്ങളുടെ കോർ ഡൊമൈൻ നോളജ് ആ ഒരു ഇൻ്റർവ്യൂവിന് ക്ലിയർ ആവും. അത് നിങ്ങൾക്ക് നിങ്ങളുടെ പ്ലേസ്മെൻറ്റ് ഉള്ള ടൈമിൽ നിങ്ങൾക്ക് ഒരു അഡ്വാൻറ്റേജ്. ഇനി അതല്ല, നിങ്ങൾ BTech കഴിഞ്ഞിറങ്ങി നമ്മളെല്ലാവരും തന്നെ ഒരു അവരവരുടേതായ ജോബ് ഫീൽഡുകളിൽ മാക്സിമം നമ്പർ ഓഫ് ഇൻ്റർവ്യൂസ് ഒക്കെ അറ്റൻഡ് ചെയ്യുമായിരിക്കും അല്ലേ, മീൻസ് ഫോർ ജോബ് അല്ലേ. അപ്പോൾ ആ ടൈമിലൊക്കെ നിങ്ങൾക്കൊരു വാലിഡ് ഗേറ്റ് സ്കോർ ഉണ്ടെങ്കിലുള്ള ഇമ്പോർട്ടൻസ് എന്താണ്? ഒരുപാട് കാൻഡിഡേറ്റ്സ് ഇരിക്കുന്ന കൂട്ടത്തിൽ നിങ്ങളൊരു ഗേറ്റ് സ്കോർ ഉള്ള ഒരു കാൻഡിഡേറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് അവിടെ കിട്ടാൻ പോകുന്ന പ്രയോറിറ്റി അല്ലെങ്കിൽ
ആ ഒരു അത്രയും കാൻഡിഡേറ്റ്സിൽ നിങ്ങൾക്ക് കിട്ടുന്ന ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് അത് വളരെ വലുതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഗേറ്റ് സ്കോറിന് ആ തേർഡ് ഇയർ ഫൈനൽ ഇയറിൽ തന്നെ നമുക്ക് എഴുതാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റി അവിടെ ഉണ്ട്. അതേപോലെ തന്നെ നിങ്ങൾ പഠിച്ചിറങ്ങി കഴിഞ്ഞ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, എഴുതാൻ പറ്റും. അപ്പോൾ ആ ഒരു വാലിഡിറ്റി, ആ ക്വാളിഫിക്കേഷൻ തേർഡ് ഇയറിലും ഫൈനൽ ഇയറിലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം എന്നുള്ളത് നമ്മളത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് കണക്കാക്കുക. കാരണം ആ വർഷങ്ങളിൽ നിങ്ങളത് ഗേറ്റ് സ്കോർ എഴുതി കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ നിന്ന് കിട്ടാൻ പോകുന്ന ബെനിഫിറ്റ്സുകൾ വളരെ വലുതാണ്. നമ്മൾ ആ ടൈമിൽ അത് ആലോചിക്കില്ല, പക്ഷേ ആ ഒരു ബെനിഫിറ്റ്സ് കിട്ടിക്കഴിയുമ്പോഴാണ് അതിൻ്റെ ഇമ്പോർട്ടൻസ് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നത് മനസ്സിലാവുന്നത്. അതുകൊണ്ട് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മാത്രവുമല്ല നമുക്ക് ഏജ് ലിമിറ്റ് ഉണ്ട് ഇവിടെ. അപ്പർ ഏജ് ലിമിറ്റ് പ്രത്യേകിച്ച് നമുക്ക് മിനിമം ഏജ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം തേർഡ് ഇയർ തൊട്ട് തേർഡ് ഇയർ ബിടെക് ഉള്ളവർക്ക്, തേർഡ് ഇയർ ചെയ്യുന്നവർക്ക് എഴുതാൻ പറ്റും. പക്ഷേ അപ്പർ ഏജ് ലിമിറ്റ് ഇല്ല. നിങ്ങൾക്ക് എത്ര ചാൻസ് വേണമെങ്കിലും എന്ത് ചെയ്യാൻ പറ്റും, ഗേറ്റ് എക്സാം എഴുതാൻ പറ്റില്ല. ഇത്ര ചാൻസ് എഴുതാൻ പറ്റില്ല, അല്ലെങ്കിൽ 5 ടൈംസ് എഴുതാൻ പറ്റില്ല, അങ്ങനെയൊന്നുമില്ല. നിങ്ങൾക്ക് എത്ര ടൈം വേണമെങ്കിലും ഗേറ്റ് എക്സാം എഴുതാം. ഗേറ്റ് സ്കോറിൻ്റെ വാലിഡിറ്റി കണ്ടോ, 3 ഇയേഴ്സ് ആണ് നമ്മുടെ വാലിഡിറ്റി. അതായത് നിങ്ങൾക്കൊരു ഗേറ്റ് സ്കോർ മേ ബി 2024 ഗേറ്റ് സ്കോർ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ 2024 ഗേറ്റ് സ്കോർ വെച്ചിട്ട് 2024, 25, 26 ഈ 3 വർഷങ്ങളിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഗേറ്റ് സ്കോർ നിങ്ങൾക്ക് വാലിഡ് ആണ്. ഈ 3 വർഷങ്ങളിൽ നിങ്ങൾക്ക് ഈ ഗേറ്റ് സ്കോർ യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഹയർ സ്റ്റഡീസ്, നിങ്ങളുടെ പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് തേർഡ് ഇയറിലെ ഗേറ്റ് എഴുതാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി തരുന്നത്. കാരണം തേർഡ് ഇയറിൽ നിങ്ങൾ ഗേറ്റ് സ്കോർ വാങ്ങിക്കഴിഞ്ഞാൽ ആ ഗേറ്റ് സ്കോർ വെച്ചിട്ട് നിങ്ങൾക്ക് ഫൈനൽ ഇയർ കഴിഞ്ഞുള്ള വർഷവും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, പോസ്റ്റ് ഗ്രാജുവേഷൻ എംടെക്കിന് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അപ്ലൈ ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മുടെ ഗേറ്റ് സ്കോറിൻ്റെ വാലിഡിറ്റി 3 വർഷമാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നിങ്ങൾക്ക് ഫൈനൽ ഇയർ പഠിക്കുന്ന സമയത്ത് നിങ്ങൾ കോളേജിൽ, നമ്മളറിയാം ബിടെക് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ പാരലൽ ഗേറ്റിന് പ്രിപ്പയർ ചെയ്ത് നിങ്ങൾ ഓൾറെഡി സബ്ജക്റ്റുകൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ടൈമിൽ തന്നെ നിങ്ങൾ പാരലൽ ഗേറ്റിന് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഈസിയാണ്, ടാക്കിൾ ചെയ്യാനായിട്ട് ഈസിയാണ്. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ ഫൈനൽ ഇയർ പഠിക്കുന്ന ടൈമിൽ നിങ്ങൾ ഗേറ്റ് സ്കോർ ഗേറ്റ് എഴുതി നിങ്ങൾക്ക് വാലിഡ് ആയിട്ടുള്ള ഒരു ഗേറ്റ് സ്കോർ കിട്ടിയെന്ന് വിചാരിക്കുക. നിങ്ങൾ ആ ഗേറ്റ് സ്കോർ വെച്ചിട്ട് നിങ്ങൾക്ക് ആ വർഷം നിങ്ങൾ ജോയിൻ ചെയ്യേണ്ട, എംടെക്കിന് ജോയിൻ ചെയ്യണം. നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, 2 വർഷം നിങ്ങൾക്ക് ജോബ് ചെയ്യാം, നിങ്ങളുടേതായ ഫീൽഡിൽ നിങ്ങൾക്ക് ജോബ് ചെയ്യാം. അപ്പോൾ ആ ഒരു 2 വർഷത്തെ എക്സ്പീരിയൻസ് ആയതിനു ശേഷം ഈ ഗേറ്റ് സ്കോർ വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, പോസ്റ്റ് ഗ്രാജുവേഷൻ അപ്ലൈ ചെയ്യാം. അപ്പോൾ എന്താ ബെനിഫിറ്റ്, എന്താ, നിങ്ങൾ പോസ്റ്റ് ഗ്രാജുവേഷന് ജോയിൻ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് 2 വർഷത്തെ ബിടെക്കിന് ശേഷം നിങ്ങളുടെ ഫീൽഡിൽ നിങ്ങൾക്ക് 2 വർഷത്തെ എക്സ്പീരിയൻസ് ആയി കഴിഞ്ഞു. അതിനുശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ബിടെക് പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് തന്നെ നിങ്ങൾ എഴുതിയ ഗേറ്റ് എക്സാമിൻ്റെ ഗേറ്റ് സ്കോർ വെച്ചിട്ട് നിങ്ങൾക്ക് എംടെക്കിന് ജോയിൻ ചെയ്യാം. ആ എംടെക് കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നല്ല ഹൈ സാലറിയിൽ നിങ്ങൾക്ക് അവിടുന്ന് റെപ്യൂട്ടഡ് കോളേജിൽ നിന്ന് നിങ്ങൾക്ക് പ്ലേസ്മെൻറ്റ് ആവും. കാരണം ആ പ്ലേസ്മെൻറ്റ് സമയത്ത് നിങ്ങൾ ഓൾറെഡി എക്സ്പീരിയൻസ്ഡ് ആണ്. 2 വർഷം നിങ്ങൾക്ക് ആ ഫീൽഡിൽ, നിങ്ങളുടെ കോർ ഫീൽഡിൽ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ട്. അതിനുശേഷം നിങ്ങൾ ആ ഗേറ്റ് സ്കോർ വെച്ചിട്ട് NIT, IIT പോലെയുള്ള സ്ഥാപനങ്ങളിൽ നിങ്ങൾ എംടെക് ചെയ്യുന്നു. അവിടെ വരുന്ന നിങ്ങളുടെ കോർ ഫീൽഡിലെ ടോപ്പ് കമ്പനീസിലെ ഹൈ പാക്കേജിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്ലേസ്ഡ് ആവാൻ സാധിക്കും. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് ചാൻസസുകൾ ഈ ഒരു എക്സാമിൽ ഉണ്ട്. അത് നമ്മളത് എന്ത് ചെയ്യണം, കറക്റ്റായിട്ട് മനസ്സിലാക്കണം. അപ്പോൾ ഈ വാലിഡിറ്റി 3 വർഷം എന്നുള്ളത് നമ്മളത് ബെനിഫിറ്റ്, അതിൻ്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് മനസ്സിലാക്കി അത് എന്ത് ചെയ്യുക, അതിൻ്റെ ബെനിഫിറ്റ്സ് പിക്ക് ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക. അപ്പം നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്, നിങ്ങൾ തേർഡ് ഇയർ ഫൈനൽ ഇയർ പഠിക്കുന്ന സമയത്ത് തന്നെ മാക്സിമം നല്ല രീതിയിൽ ടൈം കണ്ടെത്തി ഈ ഒരു എക്സാമിലൂടെ ഗേറ്റ് സ്കോർ നേടാനായിട്ട് ശ്രമിക്കുക. അങ്ങനെ ശ്രമിച്ചു കഴിഞ്ഞാലുള്ള അഡ്വാൻറ്റേജ്, നിങ്ങൾക്ക് ഇറങ്ങിക്കഴിഞ്ഞ് നിങ്ങൾക്ക് പ്ലേസ്മെൻറ്റ് കിട്ടുവാണെങ്കിൽ 2 വർഷം ജോലി ചെയ്യാം. ആ എക്സ്പീരിയൻസോട് കൂടി നിങ്ങൾക്ക് ഈ ഗേറ്റ് സ്കോർ വെച്ച് എംടെക്കിന് ജോയിൻ ചെയ്യാം. അപ്പോൾ അവിടെ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ബെനിഫിറ്റ്സ്, ആ എംടെക് കഴിയുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന പ്ലേസ്മെൻറ്റ്സുകളെല്ലാം നിങ്ങളുടെ എക്സ്പീരിയൻസും കൂടെ കൗണ്ട് ചെയ്യും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ചാൻസുകൾ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു ഗേറ്റ് എക്സാമിലൂടെ കിട്ടുന്നുണ്ട്. അപ്പോൾ അവർ വാലിഡിറ്റി 3 വർഷം എന്നുള്ളത് നോട്ട് ചെയ്തേക്കാം. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഓൾറെഡി പറഞ്ഞു ഗേറ്റിൻ്റെ ഓപ്പർച്യൂണിറ്റി നമുക്കറിയാം. പോസ്റ്റ് ഗ്രാജുവേഷൻ, അതൊരു പോസ്റ്റ് ഗ്രാജുവേഷൻ എൻട്രൻസ് ആണ്. നമുക്ക് ബിടെക്കിന് ശേഷം എംടെക് ചെയ്യാനായിട്ട് നമുക്ക് ഈ ഒരു എക്സാം, അതായത് എംടെക് അതേപോലെ പുറത്ത് MS ചെയ്യാനായിട്ട് നമുക്ക് ഈ ഒരു ഗേറ്റ് സ്കോർ യൂസ് ചെയ്യാം. അതേപോലെ CSIR, JRF പോലെയുള്ള എക്സാമിന് യൂസ്ഫുൾ ആണ്. ബെറ്റർ ജോബ് ഓപ്പർച്യൂണിറ്റീസ്, ഹൈ പേ പാക്കേജ്, സ്റ്റൈഫൻഡ് അല്ലേ. അതായത് നമ്മൾ പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് സ്റ്റൈഫൻഡോട് കൂടി തന്നെയാണ്, നമുക്ക് നമ്മുടെ വീട്ടുകാരുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിച്ചൊന്നും നമ്മുടെ പോസ്റ്റ് നമ്മൾ ബിടെക് UG ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ പേരൻസിൻ്റെ കയ്യിൽ നിന്ന് ക്യാഷ് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മുടെ കാര്യങ്ങളൊക്കെ നോക്കുന്നത്. അപ്പോൾ നിങ്ങൾ പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്യുന്ന സമയത്ത് സ്വന്തമായിട്ട് ഏൺ ചെയ്ത് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്യാൻ പറ്റും. അത് സ്റ്റൈഫൻഡ് കിട്ടും. അതായത് നിങ്ങൾ ഗേറ്റ് സ്കോറോട് കൂടിയാണ് നിങ്ങൾ എംടെക് NIT, IIT അല്ലെങ്കിൽ കേരള ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് നിങ്ങൾ ഗേറ്റ് സ്കോറോട് കൂടിയാണ് നിങ്ങൾ എംടെക് ചെയ്യുന്നതെങ്കിൽ പെർ മന്ത് സ്റ്റൈഫൻഡ് നിങ്ങൾക്ക് കിട്ടും. ആ സ്റ്റൈഫൻഡ് വെച്ച് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും അല്ലേ. അപ്പോൾ അത് വളരെ ഇതാണ്. പിന്നെ മാത്രവുമല്ല നിങ്ങൾ ഗേറ്റിലെ ഒരു
നിങ്ങൾ ഒരു 1000 ബിലോ 1000 റാങ്കാണ് നിങ്ങൾ സ്കോർ ചെയ്യുന്നത്, ഹൈ ഗേറ്റ് സ്കോർ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് പബ്ലിക് സെക്ടറുകളിൽ ഇൻ്റർവ്യൂ ഇല്ല. നോർമലി നമുക്ക് നേരത്തെയൊക്കെ ഈ ഓരോ പബ്ലിക് സെക്ടർ യൂണിറ്റ്സുകളും അവരുടേതായ റിട്ടേൺ എക്സാം നടത്തിയിട്ടാണ് എന്ത് ചെയ്യുന്നത് റിക്രൂട്ട്മെൻറ്റ്. പക്ഷേ ഇവരെല്ലാവരും ഇപ്പോൾ എന്താ മോസ്റ്റ് PSUസും റിക്രൂട്ട്മെൻറ്റ് ത്രൂ ഗേറ്റ് ആണ്. അപ്പം വാലിഡ് ആയിട്ടുള്ള ഒരു ഹൈ ഗേറ്റ് സ്കോർ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ONGC, HAL, IOCL പോലെയുള്ള ടോപ്പ് PSUസിലൊക്കെ ഡയറക്റ്റ് ഇൻ്റർവ്യൂ കോൾ ലെറ്റർ വരുന്നതായിരിക്കും. ആ ഇൻ്റർവ്യൂ GD ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ PSUസിൽ നിങ്ങൾക്ക് ജോബിന് അപ്ലൈ ചെയ്യാൻ പറ്റും. അവിടെയൊക്കെയുള്ള പ്രത്യേകത എന്താ, നമുക്കറിയാം ജോബ് സ്റ്റെബിലിറ്റി, നമ്മുടെ പ്രൈവറ്റ് ഫീൽഡിൽ ജോലി ചെയ്യുന്ന ആ ഒരു സ്റ്റെബിലിറ്റി, നമ്മുടെ ജോബ് സ്റ്റെബിലിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഹൈലി സ്റ്റേബിൾ ആയിരിക്കാം. പിന്നെ പാക്കേജസ് അല്ലേ, നല്ല ഹൈ പാക്കേജ് ആയിരിക്കും നമുക്ക് ഈ ഒരു PSU ഫീൽഡിൽ നിന്നൊക്കെ നമുക്ക് നമ്മുടെ കോർ ഫീൽഡിൽ നിന്ന് നമുക്ക് സാലറി. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള അഡ്വാൻറ്റേജസ് നമുക്ക് ഗേറ്റ് എക്സാമിനുണ്ട്. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ പോസ്റ്റ് ഗ്രാജുവേഷൻ MTech അല്ലെങ്കിൽ MS ചെയ്യാൻ വേണ്ടി മാത്രമല്ല നമുക്ക് ഗേറ്റ് എന്ന് പറയുന്ന ആ ഒരു ഗേറ്റ് സ്കോറിൻ്റെ ഇമ്പോർട്ടൻസ്. PSU പോലെയുള്ള ഗവൺമെൻറ് ജോബുകൾക്ക് നമുക്ക് ഹൈ ഗേറ്റ് സ്കോർ വഴി നമുക്ക് ഡയറക്റ്റ് ഇൻ്റർവ്യൂ കോൾ ലെറ്റർ ആണ്, അതുവഴി നമുക്ക് ആ ഒരു ജോബിലേക്ക് എത്തിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് ഗേറ്റ് എക്സാമിനുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു എക്സാം, അപ്പോൾ നമുക്ക് എന്താണ് ഗേറ്റ് എക്സാം? ഗേറ്റ് എക്സാം നമ്മൾ BTech തേർഡ് ഇയർ ഫൈനൽ ഇയർ പഠിക്കുമ്പോൾ തന്നെ ഗേറ്റ് എക്സാമിന് പഠിക്കുന്നത് കൊണ്ടുള്ള ബെനിഫിറ്റ് എന്താണ്, ആ ഗേറ്റ് സ്കോറിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്, ഗേറ്റ് സ്കോർ വെച്ചിട്ട് നമുക്ക് എന്തൊക്കെ യൂസ്ഫുൾ ആണുള്ളത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഒരു എക്സാം എങ്ങനെയെങ്കിലും ഗേറ്റ് സ്കോർ എന്ന് പറയുന്ന ഒരു കടമ്പ നമുക്ക് എന്ത് ചെയ്യണം, മറികടക്കണം. അതിന് നമ്മൾ ആ എക്സാമിനെ എങ്ങനെയാണ് കാണേണ്ടത്, ആ ഒരു ഗേറ്റ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ ആദ്യമായി അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് നമുക്കൊന്ന് നോക്കാം. അതായത് ഗേറ്റ് എക്സാമിൻ്റെ പാറ്റേൺ നമുക്ക് ആദ്യം ഒന്ന് മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ഇതൊരു കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് തന്നെയാണ് ഗേറ്റ് എക്സാം എന്ന് പറയുന്നത്. എക്സാം ഡ്യൂറേഷൻ നോക്കുക 3 മണിക്കൂറാണ് അല്ലേ, അതായത് 180 മിനിറ്റ്, 180 മിനിറ്റ്സ് ആണ് നമ്മുടെ എക്സാം ഡ്യൂറേഷൻ. ടോട്ടൽ മാർക്സ് 100 മാർക്സ് ആണ്. അപ്പോൾ 100 മാർക്സിൻ്റെ എക്സാമാണ്. ടോട്ടൽ ക്വസ്റ്റ്യൻസ് 65, വെറും 65 ചോദ്യങ്ങളാണ് നമ്മുടെ മുന്നിലുള്ളത്. 65 ക്വസ്റ്റ്യൻസ് ചെയ്യാൻ നമുക്ക് 180 മിനിറ്റ്, 3 മണിക്കൂറാണുള്ളത്. ടോട്ടൽ 100 മാർക്സ്. അപ്പോൾ എന്താ ഗേറ്റ് എക്സാമിൻ്റെ ഒരു ബേസിക് ആ ഒരു എക്സാം പാറ്റേണിൽ നിന്ന് നമുക്ക് മനസ്സിലാകും. വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസുകളല്ല ഗേറ്റ് എക്സാമിന് ചോദിക്കുന്നത്. 65 ചോദ്യങ്ങൾ അറ്റൻഡ് ചെയ്യാൻ നമ്മുടെ മുന്നിലേക്ക് 3 മണിക്കൂറുണ്ട് അല്ലേ. അതായത് ഒരു ക്വസ്റ്റ്യൻസ് തന്നെ നമുക്ക് ഒരു നല്ല സമയമുണ്ട്. അതായത് നല്ല ഹൈ ലെവൽ ക്വസ്റ്റ്യൻസുകളാണ് ഗേറ്റ് എക്സാമിന് നമ്മുടെ മുന്നിലേക്ക് വരുന്നത്. അപ്പോൾ അതിനകത്ത് ഈ 65 ചോദ്യങ്ങളിൽ നമ്മൾ മാക്സിമം ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസുകൾ നല്ല രീതിയിൽ കാണാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ആ പാറ്റേൺ ഒക്കെ ഞാൻ പറഞ്ഞു തരാം. എങ്കിൽ തന്നെയും ഒരു എബോവ് ആവറേജ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, അതായത് നല്ല കൺസെപ്ച്വൽ ലെവൽ ക്വസ്റ്റ്യൻസുകളാണ് ഗേറ്റ് എക്സാമിന് നമ്മുടെ മുന്നിലേക്ക് വരുന്നത്. അപ്പോൾ ആ രീതിയിൽ നമ്മൾ എക്സാം അടുപ്പിച്ച് കുറച്ച് തിയറി കണ്ടന്റ് വായിച്ച് പോയി ഗേറ്റ് എക്സാം അറ്റൻഡ് ചെയ്യാൻ ശ്രമിച്ചാൽ നിങ്ങൾക്ക് യാതൊരു കാരണവശാലും നമുക്ക് ആ ഒരു ഗേറ്റ് സ്കോർ പോലും എത്തിപ്പെടാനായിട്ട് സാധിക്കില്ല. അപ്പോൾ ആ ഒരു ഗേറ്റ് സ്കോർ, മിനിമം ആ ഗേറ്റ് സ്കോർ എങ്കിലും നേടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, വ്യക്തമായ ആ ഒരു എക്സാമിൻ്റെ പാറ്റേൺ മനസ്സിലാക്കി വെയിറ്റേജ് കൂടുതലുള്ള സബ്ജക്ട്സുകൾ ഐഡൻറ്റിഫൈ ചെയ്ത് സിസ്റ്റമാറ്റിക് ആയിട്ട് നമ്മൾ പഠിച്ചാൽ മാത്രമേ ഗേറ്റ് പോലെയുള്ള ഒരു എക്സാം നമുക്ക് ഈസി ആയിട്ട് ടാക്കിൾ ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും ഇതാണ് നമ്മുടെ മാർക്ക് വെയിറ്റേജ്. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കണേ 65 ചോദ്യങ്ങളുണ്ട്. ഇതിനകത്ത് നമുക്ക് 1 മാർക്ക് ക്വസ്റ്റ്യൻസും 2 മാർക്ക് ക്വസ്റ്റ്യൻസും ഗേറ്റിനുണ്ട്. അപ്പോൾ ടോട്ടൽ 65 മാർക്സിൽ 30 ക്വസ്റ്റ്യൻസ് 1 മാർക്ക് ക്വസ്റ്റ്യനും 35 ക്വസ്റ്റ്യൻസ് 2 മാർക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ മൊത്തം 65 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ ഇതിലെ 30 ക്വസ്റ്റ്യൻ 1 മാർക്ക് ക്വസ്റ്റ്യനും ബാക്കി 35 ക്വസ്റ്റ്യൻ 2 മാർക്ക് ക്വസ്റ്റ്യനും. അപ്പോൾ 35 ഗുണം 2 70, 70 പ്ലസ് 30 100 മാർക്ക്. അങ്ങനെയാണ് നമ്മുടെ ഈ 100 മാർക്ക് ഡിവിഷൻ വരുന്നത്. ഓക്കെ ആണ്. ഓക്കെ, ഇനി നമുക്ക് ഏതൊക്കെ ടൈപ്പ് ക്വസ്റ്റ്യൻസുകളാണ് ഗേറ്റ് എക്സാമിന് ചോദിക്കുന്നത് ശ്രദ്ധിക്കണേ. ഒന്ന് ജനറൽ ആപ്റ്റിറ്റ്യൂഡ്. നമുക്കറിയാം ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിൻ്റെ ഒരു 15 മാർക്ക് ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പോൾ നമ്മുടെ 100 മാർക്കിൽ 15 മാർക്ക് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡാണ്. അതേപോലെ എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സ്, നമ്മൾ BTechന് പഠിക്കുന്ന എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സിലെ കുറച്ച് ടോപ്പിക്കുകളുണ്ട്. അതിൽ നിന്ന് 13 മാർക്കിനുണ്ട്. അപ്പോൾ നമ്മുടെ 100ൽ 28 മാർക്ക് ആപ്റ്റിറ്റ്യൂഡും അതിനോടൊപ്പം തന്നെ എന്താണ് നമ്മുടെ മാത്തമാറ്റിക്സ്. ആപ്റ്റിറ്റ്യൂഡും മാത്തമാറ്റിക്സും ചേർത്ത് 28 മാർക്ക്. ബാക്കി 72 മാർക്സിനാണ് നമ്മുടെ മെക്കാനിക്കലിൻ്റെ കോർ സബ്ജക്റ്റിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് വരുന്നത്. നമ്മുടെ മെക്കാനിക്കൽ കോർ സബ്ജക്റ്റിൽ നിന്ന് 72 മാർക്ക്. അപ്പോൾ മാർക്ക് ഡിവിഷൻ 72 മാർക്ക് നമ്മുടെ മെക്കാനിക്കൽ കോർ സബ്ജക്റ്റ്, ദെൻ 15 മാർക്ക് ആപ്റ്റിറ്റ്യൂഡ്, 13 മാർക്ക് എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സ്. അങ്ങനെയാണ് നമ്മുടെ 100 മാർക്കിനുള്ള ചോദ്യം നമ്മുടെ ഗേറ്റ് എക്സാമിന് വരുന്നത്. ക്ലിയർ ആണോ? ഓക്കെ, അപ്പോൾ നമുക്ക് ഏതൊക്കെ ടോപ്പിക്കാണെന്നുള്ളത് നമുക്ക് ക്ലിയർ ആയി. ഇനി നമുക്ക് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ്, എന്ത് ടൈപ്പ് ക്വസ്റ്റ്യൻസുകളാണ് എന്നുള്ളതാണ്. അപ്പം നേരത്തെയൊക്കെ ഗേറ്റ് എക്സാമിൽ
മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസുകൾ മാത്രമേ ഉള്ളായിരുന്നു, MCQ ആയിരുന്നു. പക്ഷേ ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് നടക്കുന്ന ഗേറ്റ് എക്സാമുകൾക്ക് 3 ടൈപ്പ് ക്വസ്റ്റ്യൻസുകളാണ് ഉള്ളത്. ഒന്ന് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ്, രണ്ടാമത്തത് മൾട്ടിപ്പിൾ സെലക്ട് ക്വസ്റ്റ്യൻസ്, മൂന്നാമത്തത് ന്യൂമറിക്കൽ ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻസ്. ഈ 3 ടൈപ്പ് ക്വസ്റ്റ്യൻസുകൾ നമുക്ക് ഗേറ്റ് എക്സാമിന് നോർമലി കാണാം. അപ്പോൾ എന്താ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ്? മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് MCQ അല്ലേ, അതായത് 4 ഓപ്ഷൻസുകൾ കാണും. ആ 4 ഓപ്ഷൻസിൽ ഒരെണ്ണം നമ്മൾ ചൂസ് ചെയ്യുക അല്ലേ. 4 ഓപ്ഷൻസിൽ ഏതെങ്കിലും ഒരു കറക്റ്റ് ആൻസർ കാണും, അത് ചൂസ് ചെയ്യുക. അതാണ് മൾട്ടിപ്പിൾ ചോയ്സ്. ഇനി മൾട്ടിപ്പിൾ സെലക്ട്, ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് ഗേറ്റ് എക്സാമിന് ഇൻട്രൊഡ്യൂസ് ചെയ്തൊരു ടൈപ്പാണ് മൾട്ടിപ്പിൾ സെലക്ട്. അതായത് 4 ഓപ്ഷൻസുകൾ കാണും, അതിൽ മേ ബി 2 ഓപ്ഷൻ ശരിയാകാം, അല്ലെങ്കിൽ 3 ഓപ്ഷൻ ശരിയാകാം, അല്ലെങ്കിൽ 4 ഓപ്ഷൻ ശരിയാകാം. അപ്പോൾ മൾട്ടിപ്പിൾ സെലക്ട്, ഒന്നിൽ കൂടുതൽ ആൻസറുകൾ നമുക്ക് ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ അവിടെ ഉണ്ട്. അതാണ് മൾട്ടിപ്പിൾ സെലക്ട്. അപ്പോൾ ആ മൾട്ടിപ്പിൾ സെലക്ട് ക്വസ്റ്റ്യൻസിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമുക്ക് 4 ഓപ്ഷൻസ് ഉണ്ട്, A, B, C, D. ഓക്കെ, അപ്പോൾ ഇതിൽ റൈറ്റ് ആൻസർ ബിയും സിയും ആണെന്നിരിക്കട്ടെ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ബിയും സെലക്ട് ചെയ്യണം, സിയും സെലക്ട് ചെയ്യണം. എങ്കിൽ മാത്രമേ അതിൻ്റെ ഫുൾ മാർക്ക് നിങ്ങൾക്ക് കിട്ടുള്ളൂ. അല്ല, നിങ്ങൾ ബി സെലക്ട് ചെയ്തു, സി സെലക്ട് ചെയ്തില്ലെന്ന് വിചാരിക്കുക, അപ്പോൾ അവിടെ ഒരെണ്ണം സെലക്ട് ചെയ്തു, ഒരെണ്ണം സെലക്ട് ചെയ്തു എന്നും പറഞ്ഞ് നിങ്ങൾക്ക് പാർഷ്യൽ മാർക്കിംഗ് അവിടെ ഇല്ല. കറക്റ്റായിട്ട് ആ 3 ഓപ്ഷൻസ് ആണോ കറക്റ്റ്, 3ഉം സെലക്ട് ചെയ്താൽ മാത്രമേ ഫുൾ മാർക്ക് കിട്ടുള്ളൂ. അല്ലാതെ 2 എണ്ണം സെലക്ട് ചെയ്തു അല്ലെങ്കിൽ 1 എണ്ണം സെലക്ട് ചെയ്തു എന്ന് പറഞ്ഞ് പാർഷ്യൽ മാർക്കിംഗ് ഒരിക്കലും മൾട്ടിപ്പിൾ സെലക്ട് ക്വസ്റ്റ്യൻസിലില്ല. ഇതാണ് രണ്ടാമത്തെ ടൈപ്പ്. ഈ മൾട്ടിപ്പിൾ സെലക്ട് ക്വസ്റ്റ്യൻസിന് എന്തില്ല? നെഗറ്റീവ് മാർക്കിംഗ് ഇല്ല. അതേപോലെ മൂന്നാമത്തതാണ് ന്യൂമറിക്കൽ ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻസ്. ഈ ഒരു ക്വസ്റ്റ്യൻ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ന്യൂമറിക്കൽ ടൈപ്പ് ക്വസ്റ്റ്യൻസ്, അതായത് നമുക്ക് ഓപ്ഷൻസ് കാണില്ല, ക്വസ്റ്റ്യൻസ് കാണും, അവിടെ ഒരു ബോക്സ് തരും. ഈ ബോക്സിൽ നമ്മൾ കിട്ടുന്ന ആൻസർ ടൈപ്പ് ചെയ്യുക. അല്ലെങ്കിൽ മേ ബി നമുക്കിപ്പോൾ കിട്ടുന്ന ആൻസർ ലെറ്റ്സ് 25.93 ആണെങ്കിൽ നമ്മൾ 25.93 എന്ന് ടൈപ്പ് ചെയ്യണം. അതാണ് ന്യൂമറി. അപ്പോൾ അവിടെ ഒരു റേഞ്ച് ഫിക്സ് ചെയ്യും, പ്ലസ് ഓർ മൈനസ്. ആ റേഞ്ചിനുള്ളിൽ ഒരു ആൻസർ ആണ് നിങ്ങൾ ടൈപ്പ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ഫുൾ മാർക്ക് തരും. അതാണ് ന്യൂമറിക്കൽ ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻ. ഈ 3 രീതിയിലുള്ള ക്വസ്റ്റ്യൻസുകളാണ് നമുക്ക് ഗേറ്റ് എക്സാമിന് എന്ത് ചെയ്യുന്നത് ഇപ്പോൾ ചോദിക്കുന്നത്. അപ്പോൾ ഇവിടെയുള്ള ഒരു ട്രിക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പണ്ട് കാലം നേരത്തെയൊക്കെ നമുക്ക് ഓപ്ഷൻസുകളാണ്. ഇപ്പോൾ ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ അവിടെ 4 ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലുമൊക്കെ എറർ മിസ്റ്റേക്ക് സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഓപ്ഷൻസിൽ ആൻസർ അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഒന്നും കൂടെ റീചെക്ക് ചെയ്യും, നമുക്ക് എവിടെയാണ് മിസ്റ്റേക്ക്. കാരണം ഗേറ്റ് എക്സാമിന് ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസുകൾ മോസ്റ്റ്ലി യൂണിറ്റുകളൊക്കെയാണ് നമുക്ക് കൺഫ്യൂഷൻ വരുന്നത്. യൂണിറ്റുകളൊക്കെ നമ്മൾ കൺവേർട്ട് ചെയ്യുന്ന ടൈമിലൊക്കെ മിസ്റ്റേക്കുകൾ സ്വാഭാവികമായിട്ടും ഉണ്ടാവാം അല്ലേ. അപ്പോൾ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വരുമ്പോൾ ഓപ്ഷൻസിലുള്ള 4 ആൻസർ നമുക്ക് കിട്ടിയില്ല എങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഒന്നും കൂടെ കാൽക്കുലേഷൻ നോക്കും. അപ്പോൾ നമുക്ക് എവിടെയാണ് മിസ്റ്റേക്ക് സംഭവിച്ചതെന്ന് നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ ഈ ന്യൂമറിക്കൽ ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻ വരുമ്പോൾ പ്രശ്നം എന്താണ്? ഓപ്ഷൻസ് ഇല്ല. നമുക്ക് ഏത് ആൻസറാണ് കിട്ടുന്നത് നമ്മളതങ്ങ് ടൈപ്പ് ചെയ്യുമോ. അതുകൊണ്ട് നമുക്കറിയില്ല അത് ശരിയാണോ തെറ്റാണോ എന്ന്. മറ്റേത് ഓപ്ഷൻസ് അതില്ലെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും എവിടെയോ കാൽക്കുലേഷൻ തെറ്റിയിട്ടുണ്ട്, സോ റീചെക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. പക്ഷേ ഇവിടെ നമ്മൾ ആ ബോക്സിൽ അങ്ങ് ടൈപ്പ് ചെയ്ത് വെക്കുക. അപ്പോൾ കാൽക്കുലേഷൻ ചെയ്യുന്ന സമയത്ത് കെയർ കൂടുതലായിരിക്കണം അല്ലേ. അതായത് സില്ലി ആയിട്ടുള്ള മിസ്റ്റേക്കുകൾ വഴി നമുക്ക് കിട്ടാനുള്ള മാർക്ക് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് ശ്രദ്ധിക്കണം. അപ്പോൾ അങ്ങനെയുള്ള മിസ്റ്റേക്കുകൾ അവോയ്ഡ് ചെയ്യണമെങ്കിൽ മാക്സിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസുകൾ നമ്മൾ എന്ത് ചെയ്യണം? സോൾവ് ചെയ്ത് തന്നെ പഠിച്ചു പോകണം, പ്രാക്ടീസ് ചെയ്യണം. മാക്സിമം ക്വസ്റ്റ്യൻസുകൾ നമ്മൾ എന്ത് ചെയ്യണം? പ്രാക്ടീസ് ചെയ്യണം. എങ്കിലേ നമുക്ക് ഈ ന്യൂമറിക്കൽ ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻസ് എക്സാക്ട് ആക്യുറസിയിൽ നമുക്ക് എത്താനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസുകൾ. 3 ടൈപ്പ് ക്വസ്റ്റ്യൻസുകൾ നമുക്ക് വരുന്നു എന്നുള്ളത് പറഞ്ഞു. പിന്നെ മാർക്കിംഗ് സ്കീം ഞാൻ പറഞ്ഞു, 1 മാർക്കും ഉണ്ട്, അതേപോലെ എന്തുണ്ട്? 2 മാർക്ക് ക്വസ്റ്റ്യൻസും ഉണ്ട് അല്ലേ. ഇനി നെഗറ്റീവ് മാർക്കിംഗ് ഞാൻ പറഞ്ഞു, നമുക്ക് 3 ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ്, മൾട്ടിപ്പിൾ സെലക്ട് ക്വസ്റ്റ്യൻസ്, അതേപോലെ ന്യൂമറിക്കൽ ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻ. മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് 1 മാർക്ക് ക്വസ്റ്റ്യൻസിന് എത്രയാണ് നെഗറ്റീവ്? 1/3 എന്താവും? നെഗറ്റീവ് മാർക്ക് ഉണ്ട്. മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസിലെ 2 മാർക്ക് ക്വസ്റ്റ്യൻസിന് 2/3 ആണ് എന്ത് ചെയ്യുന്നത്? നെഗറ്റീവ് മാർക്കിംഗ് വരുന്നത്. അപ്പോൾ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസിന് മാത്രമേ എന്തുള്ളൂ? നെഗറ്റീവ് മാർക്കിംഗ് ഉള്ളൂ. 1 മാർക്ക് ക്വസ്റ്റ്യൻസിന് 1/3 നെഗറ്റീവ്, 2 മാർക്ക് ക്വസ്റ്റ്യൻസിന് 2/3 നെഗറ്റീവ്. ഓക്കെയാണ്. ഇനി നമ്മുടെ ന്യൂമറിക്കൽ ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ. ന്യൂമറിക്കൽ ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻസിന് എന്തില്ല? നെഗറ്റീവ് മാർക്കിംഗ് ഇല്ല. അതേപോലെ തന്നെ മൾട്ടിപ്പിൾ സെലക്ട് ക്വസ്റ്റ്യൻസിന് എന്തില്ല? പാർഷ്യൽ മാർക്കിംഗ് ഇല്ല. പാർഷ്യൽ മാർക്കിംഗ് എന്താ ഉദ്ദേശിക്കുന്നത്? നമ്മളിപ്പോൾ 3 ഓപ്ഷൻസ് മൾട്ടിപ്പിൾ സെലക്ട്, ഒന്നിൽ കൂടുതൽ ചോദ്യങ്ങൾ അവിടെ ശരിയാവുക. അവിടെ 3 ഓപ്ഷൻ ശരിയാണ്, നമ്മൾ 2 ഓപ്റ്റ് ചെയ്തുള്ളൂ, എയും ബിയും മാത്രമേ ഓപ്റ്റ് ചെയ്തു. പക്ഷേ എയും ബിയും സിയും ശരിയാണെങ്കിൽ അവിടെ പാർഷ്യൽ മാർക്കിംഗ് എന്ന് പറയുന്ന കൺസെപ്റ്റ് ഇല്ല. 3 ഓപ്ഷനും ചൂസ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് കിട്ടുള്ളൂ? ഫുൾ മാർക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഈ മൾട്ടിപ്പിൾ സെലക്ട് ക്വസ്റ്റ്യൻസിനും ന്യൂമറിക്കൽ ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻസിനും എന്തില്ല? നെഗറ്റീവ് മാർക്കിംഗ് ഇല്ല എന്നുള്ളത് ഓർത്തിരിക്കുക. നെഗറ്റീവ് മാർക്കിംഗ് ഈസ് ഓൺലി ഫോർ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ്. ഓക്കെയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഗേറ്റിൻ്റെ എക്സാം പാറ്റേൺ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് നമുക്ക് ക്ലിയർ ആയി. ഇതാണ് ഗേറ്റ് എക്സാം. നമ്മൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസുകളൊക്കെയാണ് നമ്മൾ അറ്റൻഡ് ചെയ്യേണ്ടത്. 3 ടൈപ്പ് ക്വസ്റ്റ്യൻസ്, ഇതെല്ലാം നമുക്ക് മനസ്സിലായി. അപ്പോൾ എങ്ങനെ നമുക്ക് ഈ ഒരു എക്സാമിന് എങ്ങനെ പ്രിപ്പറേഷൻസ് തുടങ്ങാം? വെൻ ടു സ്റ്റാർട്ട് ദ പ്രിപ്പറേഷൻ, വെൻ ടു സ്റ്റാർട്ട് ദ ഗേറ്റ് പ്രിപ്പറേഷൻ. ഗേറ്റ് പ്രിപ്പറേഷൻ നമുക്ക് എപ്പോൾ തുടങ്ങാം? അപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് ഗേറ്റ് 2024 എക്സാം ഫെബ്രുവരിയിലുണ്ട്.
അപ്പോൾ നമുക്ക് എന്തായാലും ഇനി ഏകദേശം ഒരു 50 to 60 days ഒക്കെ ഉള്ളൂ. അപ്പോൾ അതിന് ആ ഒരു ടൈമിൽ നമുക്കൊരിക്കലും നല്ല രീതിയിൽ ഗേറ്റ് എക്സാം കംപ്ലീറ്റ് പഠിച്ചൊന്നും പോകാനുള്ള ടൈമൊന്നും നമുക്കില്ല അല്ലേ. അപ്പോൾ നമുക്ക് മേ ബി ഇപ്പോൾ ഒരുപാട് കുട്ടികൾ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്, അവർ ആ മോഡിൽ തന്നെ പോകട്ടെ, പ്രശ്നമൊന്നുമില്ല. ഇനി ഇതുവരെ പഠിച്ച് തുടങ്ങാത്ത ഉദ്യോഗാർത്ഥികളാണെങ്കിൽ നിങ്ങൾ ഗേറ്റ് 2024 അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ബേസിക് ആയിട്ടുള്ള കുറച്ച് തിയറീസും ഇക്വേഷൻസ് ഒക്കെ ഒന്ന് നോക്കി, കുറച്ച് ക്വസ്റ്റ്യൻസുകൾ പ്രീവിയസ് ഇയറിൽ ചോദിച്ച കുറച്ച് ക്വസ്റ്റ്യൻസുകൾ അതിൻ്റെ സൊല്യൂഷൻസ് ഒക്കെ ഒന്ന് മനസ്സിലാക്കി ജസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, ഗേറ്റ് 2024 ട്രൈ കൊടുക്കുക. എന്തായാലും അപ്ലൈ ചെയ്തതാണ്, ഒന്നും നോക്കാതെ നമ്മൾ പോകുന്നതിന് പകരം ജസ്റ്റ് ബേസിക് ആയിട്ടുള്ള, ഞാൻ ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വെയിറ്റേജ്, മോസ്റ്റ് വെയിറ്റേജ് ഗേറ്റ് എക്സാമിന് നമ്മൾ ഉറപ്പായിട്ടും പഠിച്ചിട്ട് പോകേണ്ട സബ്ജക്ട്സുകൾ ഏതൊക്കെയാണെന്നുള്ളത് ഇന്നത്തെ വീഡിയോ സെഷനിൽ തന്നെ പറയുന്നുണ്ട്. അപ്പോൾ ഇതുവരെ ഗേറ്റിന് ട്രൈ ചെയ്യാത്തവർ ആ സബ്ജക്ട്സുകളെങ്കിലും ബേസിക് ആയിട്ട് അതിൻ്റെ ഇക്വേഷൻസും അതിനെ ബേസ് ചെയ്തുള്ള കുറച്ച് പ്രീവിയസ് ഇയർ ഗേറ്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് നോക്കിയിട്ട് സൊല്യൂഷൻസ് ഒക്കെ ഒന്ന് മനസ്സിലാക്കി ജസ്റ്റ് ഒരു ട്രൈ നിങ്ങൾ എന്ത് ചെയ്യുക, ഗേറ്റ് 2024 കൊടുക്കുക. ഓക്കെ, ഇനി അല്ല, ഓക്കെ, ഇത് ഗേറ്റ് 2024 എന്തായാലും ഇനി നമുക്ക് ഈ ഒരു രീതിയിൽ പോയി. ഇനി ഗേറ്റ് 2025 നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, 2025 ഫെബ്രുവരിയിൽ നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ അതിന് നല്ല രീതിയിലൊരു പ്രിപ്പറേഷൻ നമ്മുടെ മുന്നിൽ ആവശ്യമുണ്ട്. അപ്പോൾ അതിന് നല്ലൊരു സമയം നമ്മുടെ മുന്നിലുണ്ട്. ഇനിയും ഒരു ഏകദേശം ഒരു വർഷത്തിന് മുകളിൽ നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ അതിന് നിങ്ങൾക്ക് എങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് ഇപ്പോഴേ പഠിച്ച് തുടങ്ങാം എന്നതിനെ പറ്റി ഒരു ബേസിക് ഐഡിയ ഞാൻ എന്തായാലും ഈ വീഡിയോയിൽ നിങ്ങൾക്ക് തരാം. അപ്പോൾ വെൻ ടു സ്റ്റാർട്ട് ദ ഗേറ്റ് പ്രിപ്പറേഷൻ എന്ന് ചോദിച്ചാൽ, ഞാൻ ബിടെക് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഉദ്യോഗാർത്ഥികളാണെങ്കിൽ ഞാൻ പറയും, നിങ്ങൾ സെക്കൻഡ് ഇയറിൽ പഠിക്കുമ്പോൾ തന്നെ എന്തിൻ്റെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തിരിക്കണം, ഗേറ്റിൻ്റെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തിരിക്കണം. സെക്കൻഡ് ഇയർ ഓൺവേർഡ്സ് ബിടെക് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഉദ്യോഗാർത്ഥികളാണെങ്കിൽ സെക്കൻഡ് ഇയർ ഓൺവേർഡ്സ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യണം. റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പറയുന്നു, തേർഡ് ഇയറിൽ നിങ്ങൾക്കൊരു ചാൻസ് കിട്ടും, ഫൈനൽ ഇയറിൽ നിങ്ങൾക്കൊരു ചാൻസ് കിട്ടും. ഈ രണ്ട് ചാൻസുകളിൽ ഏതെങ്കിലും ഒരു ചാൻസ് നമ്മൾ എന്ത് ചെയ്യണം, യൂസ് ചെയ്തിരിക്കണം. കാരണം ബിടെക് കഴിഞ്ഞിറങ്ങുമ്പോൾ നിങ്ങളൊരു വാലിഡ് ഗേറ്റ് സ്കോറോട് കൂടിയാണ് ഇറങ്ങുന്നതെങ്കിലുള്ള ഓപ്പർച്യൂണിറ്റി ഞാൻ ഓൾറെഡി നിങ്ങളുടെ അടുത്ത് പറഞ്ഞു. നിങ്ങൾക്ക് ബിടെക് കഴിഞ്ഞ് എക്സ്പീരിയൻസ്, ഒരു 2 വർഷത്തെ എക്സ്പീരിയൻസിന് ശേഷം ഈ ഗേറ്റ് സ്കോർ വെച്ച് നിങ്ങൾക്ക് എംടെക്കിന് ജോയിൻ ചെയ്യാം, പ്ലേസ്മെൻറ്റ് കിട്ടും. NIT IIT പോലെയുള്ള ടോപ്പ് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ കോർ കമ്പനീസിലെ പ്ലേസ്മെൻറ്റ് വിത്ത് എക്സ്പീരിയൻസ് ആണ് നിങ്ങൾക്ക് കിട്ടുന്ന പാക്കേജ് കൂടുതലായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് അഡ്വാൻറ്റേജ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു അഡ്വാൻറ്റേജിലേക്ക് നിങ്ങൾക്ക് പോകണമെങ്കിൽ നിങ്ങൾ ഗേറ്റ് 2ാം വർഷം തന്നെ എന്ത് ചെയ്യണം, നിങ്ങൾ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യണം. ഓക്കെ, ഇനി അല്ല ബിടെക് കംപ്ലീറ്റ് ചെയ്ത് നിങ്ങൾ പ്രൈവറ്റ് ഫീൽഡിൽ ജോബ് ചെയ്യുന്ന ഉദ്യോഗാർത്ഥികളാണെങ്കിൽ അതിനോടൊപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, പ്രിപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുപോകുക. ഓക്കെയാണ്. അപ്പോൾ അതിന് എങ്ങനെയാണ് പഠിക്കേണ്ടതെന്നുള്ളതിനെ പറ്റി ഞാൻ ഓൾറെഡി പറഞ്ഞുതരാം. അപ്പോൾ അത് ഓക്കെയാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വെൻ ടു സ്റ്റാർട്ട് പ്രിപ്പറേഷൻ. അപ്പോൾ സബ്ജക്റ്റ് പ്രിഫറൻസ്, സബ്ജക്റ്റ് എങ്ങനെയാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഏകദേശം ഇപ്പോൾ 2025 ആണെങ്കിൽ നമ്മുടെ മുന്നിലൊരു ഇനിയും സമയമുണ്ട്, ഏകദേശം ഒരു വർഷത്തിന് മുകളിലുണ്ട്. അപ്പോൾ നിങ്ങൾ സബ്ജക്റ്റ് പ്രിഫറൻസ്, ഇപ്പോൾ ഞാൻ എൻ്റെ ഒരു വേർഷനിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരികയാണ്, നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ എടുക്കാം. അപ്പോൾ നമ്മൾ എപ്പോഴും സബ്ജക്റ്റ് പഠിക്കുന്ന സമയത്ത് ആദ്യത്തെ 3 മാസം ഞാൻ പറഞ്ഞു, നമുക്ക് എൻജിനീയറിംഗ് ആപ്റ്റിറ്റ്യൂഡും മാത്സും യാതൊരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത്. കാരണം ഇത് രണ്ടും കൂടെ ചേർത്ത് നമുക്ക് 28 മാർക്കാണ് വെയിറ്റേജ് ഉള്ളത്, ബാക്കി 72 മാർക്കാണ് കോർ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ആദ്യത്തെ 3 മാസം നിങ്ങളൊരു മെയ് ജൂണൊക്കെ ആകുമ്പോൾ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. കാരണം നമുക്കൊരു മോസ്റ്റ്ലി ഒരു നവംബർ എൻഡോട് കൂടി നിങ്ങൾ കംപ്ലീറ്റ് സബ്ജക്റ്റ് പഠിച്ച് റിവിഷൻസ് കംപ്ലീറ്റ് ചെയ്യണം. കാരണം ഡിസംബർ ജാനുവരി എന്ന് പറയുന്ന 2 മാസം കംപ്ലീറ്റ് ടെസ്റ്റ് സീരീസും റിവിഷൻസും ചെയ്ത് പോകാനുള്ള ടൈമാണ്. ഒരിക്കലും നമുക്ക് ഡിസംബർ ജാനുവരി മാസങ്ങളിൽ സബ്ജക്റ്റ് അല്ലെങ്കിൽ കൺസെപ്റ്റ് പഠിക്കാനുള്ള സമയമല്ല. ഒരു ഗേറ്റ് പ്രിപ്പറേഷനിലോട്ട് പോകുന്ന ഒരു ഉദ്യോഗാർത്ഥിയാണെങ്കിൽ ലാസ്റ്റ് 2 months കംപ്ലീറ്റ്ലി ഡെഡിക്കേറ്റഡ് ഫോർ ടേക്കിംഗ് ടെസ്റ്റ് സീരീസ് ആൻഡ് റിവിഷൻ. ഓക്കെ, അപ്പോൾ ആ ഒരു രീതിയിൽ നിങ്ങൾ പോകണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു മെയ് ജൂണോട് കൂടി തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യണം. മെയ് ജൂണോട് കൂടി. അപ്പോൾ 2024 മെയ് ജൂൺ ആ ടൈമിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, 2025 പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ അവിടെ നിങ്ങൾ സബ്ജക്റ്റ് പ്രിഫറൻസ് കൊടുക്കേണ്ടത് ആദ്യത്തെ 3 മാസം കൊണ്ട് തന്നെ നിങ്ങൾ മാത്സും ആപ്റ്റിറ്റ്യൂഡും എന്ത് ചെയ്യണം, കംപ്ലീറ്റ് ചെയ്യണം. എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സും ആപ്റ്റിറ്റ്യൂഡും ഫസ്റ്റ് 3 months, ആദ്യത്തെ 3 മാസങ്ങൾ നിങ്ങൾ പ്രിപ്പറേഷൻ മെയ്യിൽ തുടങ്ങുകയാണെങ്കിൽ മെയ് ജൂൺ ജൂലൈ ഈ 3 മാസം കൊണ്ട് തന്നെ മാത്സും ആപ്റ്റിറ്റ്യൂഡും നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യണം. ഈ മാത്സും ആപ്റ്റിറ്റ്യൂഡും കംപ്ലീറ്റ് ചെയ്യുന്നതിനോടൊപ്പം ഈ ആദ്യത്തെ 3 മാസവും മാത്സും ആപ്റ്റിറ്റ്യൂഡും നിങ്ങൾ പഠിക്കണം. പക്ഷേ അതിനോടൊപ്പം ആദ്യത്തെ മാസം നിങ്ങൾ എന്ത് ചെയ്യണം, ഫസ്റ്റ് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാം ഏറ്റവും ബെസ്റ്റ് സബ്ജക്റ്റ് എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് ആണ്. കാരണം ഗേറ്റ് എക്സാമിന് പഠിക്കുമ്പോൾ ഫ്രം ബേസ് ഓൺവേർഡ്സ് നമ്മൾ പഠിക്കണം, കൺസെപ്റ്റുകൾ കറക്റ്റായിട്ട് മനസ്സിലാക്കി പഠിക്കണം. അപ്പോൾ എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് എന്ന് പറയുന്നത് നമ്മുടെ മിക്ക സബ്ജക്റ്റുകളുടെ ഒരു ബേസാണ്. അപ്പോൾ എഞ്ചിനീയറിംഗ് മെക്കാനിക്സിൽ നിന്ന് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, സ്റ്റാർട്ട് ചെയ്യണം. പക്ഷേ നമ്മൾ ഗേറ്റ് എക്സാമിലേക്ക് പോകുമ്പോൾ എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് സബ്ജക്റ്റിന് അങ്ങനെ ഭയങ്കര ഹൈ വെയിറ്റേജ് ഒന്നുമില്ല. വളരെ 2-3 ചോദ്യങ്ങളൊക്കെയാണ് മാക്സിമം നമ്മുടെ ഗേറ്റ് എക്സാമിന് ചോദിക്കാറുള്ളത്. എങ്കിൽ തന്നെയും ബാക്കി പല സബ്ജക്ട്സുകൾ നമുക്ക് കൺസെപ്റ്റ് മനസ്സിലാക്കി പഠിക്കണമെങ്കിൽ എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് എന്താണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. അതുകൊണ്ട് തന്നെ നിങ്ങൾ എവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുക, എഞ്ചിനീയറിംഗ് മെക്കാനിക്സ്. അപ്പോൾ ഫസ്റ്റ് മന്ത് നിങ്ങൾ എന്ത് ചെയ്യുക, എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് എടുക്കുക.
രണ്ടാമത്തെ മാസം നിങ്ങൾ എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് പഠിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന സബ്ജക്റ്റാണ് സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസ്, അല്ലെങ്കിൽ നമ്മുടെ മെക്കാനിക്സ് ഓഫ് സോളിഡ്സ് എന്ന് പറയുന്നത് വെയിറ്റേജ് ഉള്ള സബ്ജക്റ്റ് തന്നെയാണ്. അപ്പോൾ എഞ്ചിനീയറിംഗ് മെക്കാനിക്സിന് ശേഷം തൊട്ടടുത്ത മാസം തന്നെ നിങ്ങൾ എന്ത് പഠിക്കുക? സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസ് പഠിക്കുക. അപ്പോൾ ഇത് രണ്ടും കൂടെ ആദ്യം പഠിക്കണം, ആദ്യത്തെ 2 മാസം. ദെൻ അതിനുശേഷം 3rd മന്ത് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്നത് ഫ്ലൂയിഡ് മെക്കാനിക്സ് ആൻഡ് ഹൈഡ്രോളിക് മെഷീൻസ് ആണ്. ഈ ഒരു കോമ്പിനേഷനിൽ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് അടുത്ത് പഠിക്കാവുന്നത് ഫ്ലൂയിഡ് മെക്കാനിക്സ് ആണ്. അപ്പോൾ ആ ഒരു കണ്ടിന്യൂഷൻ കറക്റ്റായിട്ട് നിങ്ങൾക്ക് കിട്ടും, കൺസെപ്റ്റുകൾ കറക്റ്റായിട്ട് നിങ്ങൾക്ക് റിലേറ്റ് ചെയ്ത് പോകാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ ആദ്യത്തെ 3 മാസം മെയ് ജൂൺ ജൂലൈ ആദ്യത്തെ 3 മാസം കൊണ്ട് തന്നെ നിങ്ങൾ മാത്സ് ആപ്റ്റിറ്റ്യൂഡ് പഠിക്കുന്നുണ്ട്. അതിനോടൊപ്പം ഏതൊക്കെ ടെക്നിക്കൽ സബ്ജക്റ്റ് എടുക്കുക? എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് ആദ്യത്തെ മാസം കംപ്ലീറ്റ് ചെയ്യുക, 2ാമത്തെ മാസം സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസ് കംപ്ലീറ്റ് ചെയ്യുക, 3ാമത്തെ മാസം നിങ്ങൾ ഇത് കംപ്ലീറ്റ് ചെയ്യുക ഫ്ലൂയിഡ് മെക്കാനിക്സ് ആൻഡ് ഹൈഡ്രോളിക് മെഷീൻസ് കംപ്ലീറ്റ് ചെയ്യുക. ഓക്കെ, ദെൻ 4ാമത്തെ മാസം നിങ്ങൾക്ക് ഒന്നുകിൽ അടുത്ത സ്ട്രീം എന്നുള്ള രീതിയിൽ തെർമൽ എഞ്ചിനീയറിംഗ് റിലേറ്റഡിലോട്ട് പോകാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഡിസൈൻ റിലേറ്റഡ്, ഇതിൽ ഏതിൽ വേണമെങ്കിലും നിങ്ങൾക്ക് പോകാം. നിങ്ങളുടെ ചൂസാണ്, നിങ്ങളുടെ ചോയ്സാണ്, ഏതിൽ വേണമെങ്കിലും പോകാം. ഞാൻ തെർമൽ എഞ്ചിനീയറിംഗ് പ്രിഫർ ചെയ്യുന്നു എന്നുള്ളതുള്ളൂ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെയിറ്റേജ് തെർമൽ എഞ്ചിനീയറിംഗ് സബ്ജക്റ്റിന് ഗേറ്റ് എക്സാമിന് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഹൈ വെയിറ്റേജ് ഉള്ള സബ്ജക്റ്റ് ആയതുകൊണ്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് എന്ത് പറയുന്നു? തെർമൽ എഞ്ചിനീയറിംഗ് എടുക്കാനായിട്ട് പറയുന്നു. അപ്പോൾ 4ാമത്തെ മാസം എന്ത് ചെയ്യുക? തെർമൽ എഞ്ചിനീയറിംഗ് എടുക്കുക. തെർമൽ എഞ്ചിനീയറിംഗ് മീൻസ് തെർമൽ ആൻഡ് ഇറ്റ്സ് ആപ്ലിക്കേഷൻ, നമ്മുടെ തെർമോഡൈനാമിക്സ്, ഹീറ്റ് ട്രാൻസ്ഫർ, RAC, IC എഞ്ചിൻ, അങ്ങനെയുള്ള എല്ലാ സബ്ജക്ട്സുകളും നമ്മൾ എന്ത് ചെയ്യണം? 4ാമത്തെ മാസം എടുക്കണം. 5ാമത്തെ മാസം നിങ്ങൾ എന്ത് ചെയ്യുക? പ്രൊഡക്ഷൻ എഞ്ചിനീയറിംഗ്, നമ്മുടെ ഗേറ്റ് എക്സാമിന് ഹൈ വെയിറ്റേജ് ഉള്ള ഒരു സബ്ജക്റ്റാണ് പ്രൊഡക്ഷൻ എഞ്ചിനീയറിംഗ്. മാനുഫാക്ചറിംഗ് ടെക്നോളജി, മെട്രോളജി ഇൻക്ലൂഡ് ചെയ്യുന്ന പ്രൊഡക്ഷൻ എഞ്ചിനീയറിംഗ്. ന്യൂമറിക്കൽ നമ്മൾ യൂണിവേഴ്സിറ്റി എക്സാമിന് പഠിക്കുമ്പോൾ കംപ്ലീറ്റ്ലി തിയററ്റിക്കൽ ആയിട്ടുള്ള ഒരു പേപ്പറായിട്ട് കാണുവാണെങ്കിൽ ഗേറ്റ് എക്സാമിന് ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസുകൾ ചോദിക്കുന്ന ഒരു ഏരിയ തന്നെയാണ് പ്രൊഡക്ഷൻ എഞ്ചിനീയറിംഗ്. സിമ്പിൾ ക്വസ്റ്റ്യൻസുകളാണ്, മീൻസ് അതിൻ്റെ ന്യൂമറിക്കൽ ആണെങ്കിലും ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ക്വസ്റ്റ്യൻസുകളാണ് പ്രൊഡക്ഷൻ എഞ്ചിനീയറിംഗ് എന്ന് ചോദിക്കാറുള്ളത്. പക്ഷേ ഇക്വേഷൻസും കാര്യങ്ങളും ഒക്കെ വ്യക്തമായിട്ട് അറിയാമെങ്കിൽ മാത്രമേ നമുക്ക് ആ ക്വസ്റ്റ്യൻസുകൾ സോൾവ് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. അതുകൊണ്ട് തന്നെ അത് ഇമ്പോർട്ടൻ്റ് ആണ് പ്രൊഡക്ഷൻ എഞ്ചിനീയറിംഗ്, അത് അടുത്ത് കൊടുക്കുക. ദെൻ 6th മന്ത് ഡിസൈൻ ആൻഡ് ടോം, നമ്മുടെ ഡിസൈൻ ഓഫ് മെഷീൻ എലമെന്റ്സ്, തിയറി ഓഫ് മെഷീൻ സബ്ജക്റ്റ് വേണം എടുക്കാൻ. ദെൻ 7th മന്ത് ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ്. ഈ ഒരു ഓർഡറിൽ നിങ്ങൾ എന്ത് ചെയ്യുക? പോകാനായിട്ട് ശ്രമിക്കുക. മനസ്സിലായോ? അപ്പോൾ ഈ ഒരു ഓർഡറിൽ പോകുന്ന സമയത്തും ഇൻ ബിറ്റ്വീൻ നിങ്ങൾ എന്ത് ചെയ്യണം? റിവിഷൻസ് കൊണ്ടുപോകണം. കാരണം ഒരു സബ്ജക്റ്റ് പഠിച്ച് നമ്മളവിടെ മടക്കിയിട്ട് പിന്നെ അടുത്ത സബ്ജക്റ്റിലോട് പോകുമ്പോൾ നമ്മൾ പ്രീവിയസ് പഠിച്ച സബ്ജക്റ്റ് ഉറപ്പായിട്ട് നമ്മൾ മറന്നു പോകും. അതുകൊണ്ടൊരു പർട്ടിക്കുലർ ലിമിറ്റിൽ ഗ്യാപ്പ് ഇട്ടുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? റിവിഷൻസ് മസ്റ്റായിട്ട് നിങ്ങൾ ടേക്ക് ഓൺ ചെയ്യണം. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ പോകുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റൂടെ? 8th മന്ത് നമ്മളെ ഡിസംബർ ജാനുവരി സമയങ്ങളിലൊക്കെ നമുക്ക് കംപ്ലീറ്റ് ടെസ്റ്റ് സീരീസും റിവിഷൻസും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. കണ്ടോ, 2024 പ്രിപ്പയർ ചെയ്യുന്നവരൊക്കെ ഇപ്പം ഡിസംബർ ജാനുവരി സമയങ്ങളിൽ കംപ്ലീറ്റ് ടെസ്റ്റ് സീരീസ്, മാക്സിമം ടെസ്റ്റ് സീരീസ് പിക്ക് എടുക്കുക, മാക്സിമം റിവിഷൻസ് നടത്താനുള്ള സമയമാണ് ഇതൊക്കെ. അപ്പം അടുത്ത വർഷം നിങ്ങൾ ഇതേ പാറ്റേണിൽ പഠിച്ചു വന്നാലേ നിങ്ങൾക്ക് അടുത്ത 2024 ഡിസംബർ ജാനുവരി സമയങ്ങളിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? മാക്സിമം ടെസ്റ്റ് സീരീസും മാക്സിമം റിവിഷൻസും ഒക്കെ നടത്തി പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ആ ഒരു പ്രിപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റുള്ളൂ. ദെൻ ലാസ്റ്റ് മന്ത് നമ്മുടെ ജാനുവരി സമയത്തൊക്കെ മാക്സിമം ഷോർട്ട് നോട്ട് റിവിഷൻ. നമ്മൾ ഈ നോട്ട്സുകൾ, നമ്മൾ ഈ സബ്ജക്റ്റുകളെല്ലാം പഠിക്കുമ്പോൾ ഞാൻ പറഞ്ഞു എഞ്ചിനീയറിംഗ് ഇങ്ങനെ ഒരു ഓർഡറിൽ നമ്മൾ പഠിച്ചു വരികയാണ്. അപ്പോൾ ആ സമയങ്ങളിലെല്ലാം നമ്മൾ നോട്ട്സുകൾ ഉണ്ടാക്കുന്നുണ്ടല്ലോ. ഞാൻ പറയുന്ന പോലെ എപ്പോഴും ഞാൻ പറയുന്നതാണ് നോട്ട്സ് പ്രിപ്പയർ ചെയ്ത് പഠിക്കുന്നത്. നമ്മൾ 2 ടൈപ്പിലുള്ള നോട്ടാണ് എപ്പോഴും ഉണ്ടാക്കേണ്ടത്. ഒന്ന് കൺസെപ്റ്റ് ബേസ്ഡ് നോട്ടും, ഒന്ന് കൺസെപ്റ്റ് ബേസ്ഡ് നോട്ടും, രണ്ടാമത്തത് ഷോർട്ട് നോട്ടും. ഇങ്ങനെ 2 ടൈപ്പ് നോട്ടുകളാണ് കോമ്പറ്റേറ്റീവ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവർ മേക്ക് ചെയ്യേണ്ടത്. കൺസെപ്റ്റ് വൈസ് നോട്ട്സും ഷോർട്ട് നോട്ട്സും. കൺസെപ്റ്റ് വൈസ് നോട്ട്സ് നമ്മളൊരു സബ്ജക്റ്റ് പഠിക്കുന്ന ടൈമിൽ തന്നെ മേക്ക് ചെയ്യുന്ന നോട്ടാണ്. നമ്മൾ അതിൻ്റെ തിയറി പഠിച്ച് മനസ്സിലാക്കി നോർമൽ ടെക്സ്റ്റുകളൊക്കെ റെഫർ ചെയ്ത് നമ്മൾ മേക്ക് ചെയ്യുന്ന നോട്ടാണ് കൺസെപ്റ്റ് വൈസ് നോട്ട്. അത് ഓൾറെഡി ഓരോ സബ്ജക്റ്റ് നമ്മൾ ഈ ഒരു സമയങ്ങളിൽ ഓരോ സബ്ജക്റ്റ് പഠിക്കുന്ന സമയത്ത് തന്നെ അതിൻ്റെ കൺസെപ്റ്റ് വൈസ് നോട്ട്സ് നമ്മൾ മേക്ക് ചെയ്തിരിക്കണം. ദെൻ ഷോർട്ട് നോട്ട് എന്ന് പറയുന്നത് നമ്മൾ റിവിഷൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ മേക്ക് ചെയ്യുന്ന നോട്ടാണ്. ഷോർട്ട് നോട്ടാണ് നമ്മുടെ എക്സാമുകൾക്ക്, ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ ഫെബ്രുവരി മാസം തൊട്ട് മുന്നേ ഉള്ള ജാനുവരി മാസം നമ്മൾ ഷോർട്ട് നോട്ട് റിവിഷൻ നടത്തുമെന്ന് പറഞ്ഞില്ലേ, അതായത് നമ്മുടെ എക്സാമിന് തൊട്ട് മുന്നേ നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റുകളൊക്കെ ഒന്നുകൂടെ റീകളക്ട് ചെയ്യാനായിട്ട് നമ്മൾ മേക്ക് ചെയ്യുന്ന നോട്ടാണ് ഷോർട്ട് നോട്ട്. ഈ ഷോർട്ട് നോട്ട് നമ്മൾ ഓരോ സബ്ജക്റ്റും റിവിഷൻ നടത്തുന്ന സമയത്ത് നമ്മൾ ആ കൺസെപ്ച്വൽ നോട്ടിൽ നിന്ന് നമ്മൾ ഷോർട്ട് നോട്ട് മേക്ക് ചെയ്തിരിക്കണം. അങ്ങനെ വേണം നമ്മുടെ നോട്ട് പ്രിപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുപോകാൻ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് ചെയ്തെടുക്കാൻ മിനിമം നമുക്കൊരു 8 to 10 months എങ്കിലും, നമുക്ക് 7 to 8 months എങ്കിലും നമുക്ക് മിനിമം വേണം. ആ രീതിയിൽ പഠിച്ചു പോയാലേ നമ്മൾ ഈ പറയുന്ന പോലെ നല്ലൊരു രീതിയിൽ പ്രിപ്പറേഷൻ കംപ്ലീറ്റ് ചെയ്ത് ഗേറ്റ് സ്കോറിലേക്ക് നമുക്ക് വരാനായിട്ട് സാധിക്കത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഇനിയും പ്രിപ്പറേഷൻ തുടങ്ങാത്തവർ ഗേറ്റ് 2026 ജസ്റ്റ് ഒരു ട്രൈ കൊടുക്കുക. ബട്ട് 2025 ഫോക്കസ് ചെയ്യുമ്പോൾ മാക്സിമം നിങ്ങൾക്ക് ഈ രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക? പ്രിപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അത് ക്ലിയർ ആണ് നിങ്ങൾക്ക്.
അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഞാൻ പ്രിപ്പറേഷൻ മോഡ് ഓൾറെഡി നിങ്ങളുടെ അടുത്ത് പറഞ്ഞു. നോട്ട് പ്രിപ്പറേഷൻ രണ്ടെണ്ണം എന്തൊക്കെയാണ്? കൺസെപ്റ്റ് വൈസ് നോട്ട് അല്ലേ, കൺസെപ്റ്റ് വൈസ് നോട്ടും വേണം, ഷോർട്ട് നോട്ടും വേണം. കൺസെപ്റ്റ് വൈസ് നോട്ട് എന്ന് പറയുന്നത് നമ്മൾ സബ്ജക്ട്സുകൾ പഠിക്കുന്ന സമയത്ത് ഉണ്ടാക്കുന്ന ഡീറ്റെയിൽഡ് നോട്ടാണ്. ഷോർട്ട് നോട്ട് റിവിഷൻ, ഓരോ സബ്ജക്റ്റും റിവിഷൻ ചെയ്യുന്ന സമയത്ത് എക്സാം പോയിന്റ് ഓഫ് വ്യൂ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റുകൾ മാത്രം മേക്ക് ചെയ്ത് നമ്മൾ ഉണ്ടാക്കുന്ന നോട്ടാണ്. അപ്പോൾ ഈ രണ്ട് ടൈപ്പ് നോട്ടുകൾ നിങ്ങൾ പ്രിപ്പയർ ചെയ്തിരിക്കുക. ദെൻ ടോപ്പിക് വൈസ് ടെസ്റ്റ് ആൻഡ് സബ്ജക്ട് വൈസ് ടെസ്റ്റ്. നമ്മൾ ഓരോ ടോപ്പിക്ക് പഠിക്കുന്നതിന് ശേഷം ടോപ്പിക് വൈസ് ടെസ്റ്റുകൾ എടുക്കുക. സബ്ജക്റ്റ് കംപ്ലീറ്റ് ആകുമ്പോൾ സബ്ജക്ട് വൈസ് ടെസ്റ്റ്, കാരണം ടെസ്റ്റുകൾ നമ്മൾ മാക്സിമം അറ്റൻഡ് ചെയ്യണം, എങ്കിലേ നമുക്ക് വരുന്ന മിസ്റ്റേക്സുകളും കാര്യങ്ങളൊക്കെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യണം. കാരണം നമുക്ക് ഈ ഒരു ടൈം ലിമിറ്റിൽ 3 മണിക്കൂറിനുള്ളിൽ നമ്മളെ ഹൈലി ആക്യുറേറ്റോട് കൂടി നമുക്ക് എന്ത് ചെയ്യണം? ആൻസറിലേക്ക് എത്തണം. അതിന് നമുക്ക് എക്സാംസ് എഴുതുന്ന സമയത്ത് നമുക്ക് എന്തൊക്കെ മിസ്റ്റേക്കുകൾ സംഭവിക്കുന്നു എന്ന് അറിഞ്ഞാൽ മാത്രമേ അത് നമുക്ക് റെക്ടിഫൈ ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് വരാൻ പോകുന്ന എക്സാം എല്ലാം നമ്മുടെ മെയിൻ എക്സാമിനായിരിക്കും സംഭവിക്കുന്നത്. പിന്നെ നമുക്കൊരു ഓവർകം ചെയ്യാനുള്ളൊരു അവസരം നമുക്കില്ല. അതുകൊണ്ട് തന്നെ മാക്സിമം പഠിക്കുക എന്നുള്ളത് മാത്രമല്ല, പഠിക്കുന്നതിനോടൊപ്പം തന്നെ എക്സാംസുകൾ മാക്സിമം നമ്മൾ എന്ത് ചെയ്യുക? എഴുതി പോകുക. അത് ടോപ്പിക് വൈസ് ആയിക്കോട്ടെ സബ്ജക്ട് വൈസ് ആയിട്ടോ എഴുതുക. ദെൻ ലാസ്റ്റ് 2 മന്ത്സിൽ നമ്മൾ മാക്സിമം മോക്ക് ടെസ്റ്റുകളും റിപ്പീറ്റ് ചെയ്ത് എഴുതുക. ഓക്കെ. ദെൻ റിവിഷൻ, നമ്മൾ ഓൾറെഡി പറഞ്ഞു റിവിഷൻ എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഓരോ മാസവും പഠിക്കേണ്ട സബ്ജക്റ്റുകൾ പറയുന്നുണ്ടെങ്കിലും ഇൻ ബിറ്റ്വീൻ നമ്മൾ എന്ത് ചെയ്തിരിക്കണം? റിവിഷൻസ് കൊണ്ടുപോയിരിക്കണം. ദെൻ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, നമ്മൾ ഓരോ സബ്ജക്ട്സും പഠിച്ചിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമുക്കറിയാം ഒരുപാട് സോഴ്സ് ഉണ്ട്. നമുക്ക് ആപ്പിൽ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഉണ്ട്, അല്ലാതെ തന്നെ നമുക്ക് മെറ്റീരിയൽസ് PYQ ഉള്ള മെറ്റീരിയൽസ് അവൈലബിൾ ആണ്. അപ്പോൾ ഓരോ സബ്ജക്റ്റും കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് എന്തായാലും PYQ ചെയ്ത് നോക്കാനായിട്ട് വരുന്നത്. കാരണം PYQ ഒക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ പഠിച്ച കൺസെപ്റ്റ് നിങ്ങൾക്ക് ക്ലിയർ ആണ് എങ്കിൽ നിങ്ങൾക്ക് ആ PYQ സോൾവ് ചെയ്യാൻ പറ്റും. സോ അത് നിങ്ങൾ എന്ത് ചെയ്യും? കോൺഫിഡൻസ് ബിൽഡപ്പ് ചെയ്യും. അപ്പോൾ നമുക്ക് വീണ്ടും നല്ല രീതിയിൽ ക്വസ്റ്റ്യൻസുകൾ വർക്കൗട്ട് ചെയ്യാനുള്ളൊരു കോൺഫിഡൻസ് നിങ്ങൾക്ക് അവിടെ നിന്ന് ലഭിക്കും. അപ്പോൾ ഈ രീതിയിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക? പ്രിപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുപോകുക. ഓക്കെ. അപ്പോൾ ഞാൻ റീസെൻ്റ് ആയിട്ട് നടന്ന ഗേറ്റ് 2023 നോക്കുവാണെങ്കിൽ നമുക്ക് മൊത്തം 65 ചോദ്യമാണ് ഉള്ളത്. അപ്പോൾ ഈ 65 ചോദ്യത്തിൽ 32 ചോദ്യം എന്തായിരുന്നു? മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു. മൾട്ടിപ്പിൾ സെലക്ട് ക്വസ്റ്റ്യൻസ് ഏകദേശം 8 എണ്ണം ഉണ്ടായിരുന്നു. ന്യൂമറിക്കൽ ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഏകദേശം 25 എണ്ണം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് നടന്ന 65-ൽ MCQ ആയിരുന്നു 32, ന്യൂമറിക്കൽ ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻ കണ്ടോ 25 ചോദ്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് ഇത്രയും ന്യൂമറിക്കൽ ടൈപ്പാണ്, നമുക്ക് ഓപ്ഷൻസ് ഒന്നുമില്ല, നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ കാൽക്കുലേഷൻ എക്സാക്ട്ലി ആക്യുറേറ്റ് ആയിട്ട് തന്നെ ചെയ്യേണ്ടി വരും. പിന്നെ ഈ മൾട്ടിപ്പിൾ സെലക്റ്റിൻ്റെ എണ്ണം 8 ആവാനുള്ള കാരണം മേ ബി അത് ഇൻട്രൊഡ്യൂസ് ചെയ്തതേ ഉള്ളായിരുന്നു. അപ്പോൾ മേ ബി ഇനി വരാൻ പോകുന്ന 2024-25 വർഷങ്ങളിലൊക്കെ മേ ബി മൾട്ടിപ്പിൾ സെലക്റ്റിൻ്റെ കൗണ്ട് കുറച്ചും കൂടെ കൂടാം. ഇപ്പം ലിമിറ്റഡ് 8 കാണിക്കുന്നുള്ളെങ്കിൽ മേ ബി അതൊരു 10 to 15 ബിറ്റ്വീൻ ആയിട്ട് ഇനി കമ്മിങ് ഇയേഴ്സിൽ നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ. അപ്പോൾ ഇത് 2023-ൻ്റെ പാറ്റേൺ ആയിരുന്നു. മേ ബി 24-25 ആ MSQൻ്റെ ലിമിറ്റ് കൗണ്ട് മേ ബി ഇൻക്രീസ് ചെയ്ത് വരാം. ഓക്കെ. അപ്പോൾ ഇനി നമ്മുടെ കട്ട് ഓഫ് മാർക്കിലേക്ക് നമുക്കൊന്ന് പോകാം. അതായത് നമ്മൾ ഗേറ്റ് സ്കോർ, ഒരു മിനിമം ഗേറ്റ് സ്കോർ കിട്ടണമെങ്കിൽ ഏകദേശം എത്ര മാർക്ക് നമുക്ക് സ്കോർ ചെയ്യണമെന്നുള്ളത് നോക്കേ. അതവിടെ നിങ്ങൾ നോക്കേ, 2023 ഗേറ്റ് എക്സാം നോക്കുവാണെങ്കിൽ കണ്ട ജനറലിൻ്റെ കട്ട് ഓഫ് ഉണ്ട് 28.4, OBC 25.5, SC ST 12. അതായത് 100 മാർക്കിൽ 28.4 മാർക്ക് നിങ്ങൾ സ്കോർ ചെയ്തെങ്കിൽ നിങ്ങൾ വാലിഡ് ഗേറ്റ് സ്കോർ നിങ്ങൾക്കുണ്ട്. ഗേറ്റ് സ്കോർ ഉണ്ടെങ്കിലുള്ള ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്നുള്ള ഓൾറെഡി നമ്മൾ പറഞ്ഞു അല്ലേ. എന്തൊക്കെ അഡ്മിഷൻ നമുക്ക് മിനിമം കേരള ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജിൽ തന്നെ കിട്ടാനായിട്ട് മിനിമം ഗേറ്റ് സ്കോർ മതി. അത് ഞാൻ പറയുന്നുണ്ട്. അപ്പം ജസ്റ്റ് ഗേറ്റ് സ്കോർ നേടാൻ 28 മാർക്ക് മതി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? പ്രയോറിറ്റി നോക്കുക. 28 മാർക്ക് മേടിക്കാൻ നമ്മൾ എന്തൊക്കെ സബ്ജക്ട്സിന് വെയിറ്റേജ് കൊടുത്ത് പഠിക്കുക, അതൊന്ന് അനലൈസ് ചെയ്ത് പഠിത്തം മുന്നോട്ട് കൊണ്ടുപോകുക. അതാണ് 2022, 28, 21, 33 ആ വർഷം ക്വസ്റ്റ്യൻ കുറച്ചും കൂടെ സിമ്പിൾ ആയിരുന്നു. അതുകൊണ്ട് കട്ട് ഓഫ് കുറച്ചും കൂടെ ഒന്ന് ഹൈ ആയി. 20-ലോ 34 അല്ലേ, 19-ൽ 34.9. അപ്പോൾ ഈ ഒരു ട്രാക്ക് കഴിഞ്ഞ ഒരു 5 വർഷത്തെ ഗേറ്റിൻ്റെ ജനറൽ കാറ്റഗറിയുടെ കട്ട് ഓഫ് മാർക്കാണ് ഞാൻ കാണിച്ചത്. അപ്പോൾ ഈ ഒരു മാർക്ക് റേഞ്ച് വെച്ചിട്ട് നമുക്ക് ഏകദേശം ഒരു 35 നമുക്കൊരു സേഫ് സോൺ ആണെന്ന് തന്നെ പറയാം അല്ലേ. ഒരു മിനിമം 35 മാർക്കൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എന്തായാലും ഉറപ്പായിട്ടും ഇനി ക്വസ്റ്റ്യൻ ടഫാണല്ലേ ഈസിയൊക്കെ ആണെങ്കിൽ തന്നെ ഒരു 35, ഒരു 100-ൽ 35 മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ സാധിച്ചാൽ ഒരു വാലിഡ് ഗേറ്റ് സ്കോർ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങളുടെ പേരിൽ ഒരു വാലിഡ് ഗേറ്റ് സ്കോർ സാധ്യമാകും. അപ്പോൾ ആ ഒരു മാർക്കിലേക്ക് എത്തുക എന്നുള്ളതായിരിക്കണം നമ്മുടെ ഫസ്റ്റ് എയിം എന്ന് പറയുന്നത് അല്ലേ. അതിനുശേഷം എത്ര ഹൈ മാർക്ക് ഗേറ്റ് സ്കോർ എത്ര മുന്നോട്ട് കയറി വരുന്നു അതിനനുസരിച്ച് നമ്മുടെ മുന്നിലുള്ള ഓപ്പർച്യൂണിറ്റീസ് വലുതായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത്. മിനിമം ഈ ഒരു മാർക്കെങ്കിലും മേടിച്ചാൽ നമുക്ക് ആ ഗേറ്റ് സ്കോർ എന്ന് പറയുന്ന കടമ്പ നമുക്ക് കടക്കാനായിട്ട് സാധിക്കും. ഓക്കെ. അപ്പോൾ അത് ക്ലിയർ ആണ് നിങ്ങൾക്ക്. അപ്പോൾ നമുക്ക് ഈ ഒരു ഗേറ്റ് സ്കോറിലേക്ക് വരാൻ ഞാൻ പറഞ്ഞു സബ്ജക്റ്റ് വെയിറ്റേജ്. നമ്മളൊരു ഗേറ്റ് എക്സാമിന് പഠിക്കുന്ന സമയത്ത് എല്ലാ സബ്ജക്ട്സിനും ഒരേ വെയിറ്റേജിലായിരിക്കില്ല ക്വസ്റ്റ്യൻ. ചില സബ്ജക്ട്സിന് വെയിറ്റേജ് കൂടുതലാണ്. അപ്പോൾ ആ വെയിറ്റേജ് കൂടുതലുള്ള സബ്ജക്ട്സ് നമ്മൾ മാക്സിമം ഇമ്പോർട്ടൻസോടുകൂടി പഠിക്കുക. റിവിഷൻസ് മാക്സിമം അവിടെ ഇമ്പോർട്ടൻസോടുകൂടി കൊടുക്കുക. ക്വസ്റ്റ്യൻസുകൾ മാക്സിമം വർക്കൗട്ട് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ അത് ശ്രദ്ധിക്കണം. നമ്മൾ ഏതൊരു ഗേറ്റ് എക്സാം റീസെൻ്റ് ആയിട്ട് നടന്ന മെക്കാനിക്കലിൻ്റെ ഗേറ്റ് എക്സാം എടുക്കുമ്പോഴും പ്രൊഡക്ഷൻ എഞ്ചിനീയറിംഗ് സബ്ജക്റ്റ് കണ്ടോ ഏകദേശം 17 മുതൽ 20 മാർക്ക്, 17 മുതൽ 20 വരെ മാർക്കല്ല 17 മുതൽ 20 ചോദ്യം
പ്രൊഡക്ഷൻ എഞ്ചിനീയറിംഗ് എന്ന് ചോദിക്കണം. അപ്പോൾ ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ കണ്ടുവരുന്ന ഒരു സബ്ജക്റ്റ് ഏതാണ്? പ്രൊഡക്ഷൻ എഞ്ചിനീയറിംഗ് ആണ്. അതിനുശേഷം കണ്ടോ തെർമൽ എഞ്ചിനീയറിംഗിൽ നിന്നുണ്ടോ 10 മുതൽ 12, മെക്കാനിക്സ് ഓഫ് സോളിഡ്സ് 9 മുതൽ 11, ഫ്ലൂയിഡ് മെക്കാനിക്സ് ഉണ്ടോ 7 മുതൽ 9, ടോം ആൻഡ് വൈബ്രേഷൻ 9 മുതൽ 12, ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ് 4 മുതൽ 6, മെഷീൻ ഡിസൈൻ 5 മുതൽ 6 ചോദ്യം. അതേപോലെ തന്നെ മെക്കാനിക്സ് 3 മുതൽ 5, HMD അതായത് തെർമലിനോട്ട് റിലേറ്റ് ചെയ്ത് നമുക്ക് തന്നെ പറയാം 7 മുതൽ 8, ആപ്റ്റിറ്റ്യൂഡ് 15, അതേപോലെ മാത്തമാറ്റിക്സ് 12, 10. അത് ഓൾറെഡി ഫിക്സഡ് ആണ്. നമുക്കറിയാം ഇതിനെ കൂടെ ചേർത്ത് 28 ചോദ്യം നമുക്കുണ്ട്. അപ്പോൾ ബാക്കി നമ്മുടെ മെക്കാനിക്കൽ കോർ സബ്ജക്റ്റ് നിങ്ങൾ ശ്രദ്ധിച്ചോ, പ്രൊഡക്ഷൻ എഞ്ചിനീയറിംഗ് കണ്ടോ ഹൈ വെയിറ്റേജ് ആണ്, ഏകദേശം 17 മുതൽ 20 ചോദ്യങ്ങൾ വരുന്നുണ്ട്. അതേപോലെ തെർമൽ 10 മുതൽ 12 ഉണ്ട്. പക്ഷേ ഇവിടെ HMD എത്ര ഉണ്ട്? HMD നമ്മളിവിടെ കണ്ടായിരുന്നല്ലോ ഏകദേശം 7 മുതൽ 8 അല്ലേ. അപ്പോൾ ഏകദേശം നമുക്കൊരു 20 മാർക്കോളം നമുക്ക് ആ തെർമൽ പ്ലസ് HMD എല്ലാം കൂടെ ചേർത്ത് നമുക്ക് തെർമൽ റിലേറ്റഡ് സബ്ജക്റ്റിൽ നിന്ന് അത്രയും വെയിറ്റേജ് ഉണ്ടല്ലേ. അപ്പോൾ നമ്മൾ ഈ പ്രൊഡക്ഷൻ എഞ്ചിനീയറിംഗ്, തെർമൽ, അതേപോലെ തന്നെ FM കണ്ടോ FM, പിന്നെ ഈ ടോം വൈബ്രേഷൻ അല്ലേ, ഇത്രയും സബ്ജക്റ്റുകൾ തന്നെ പഠിച്ചാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഉറപ്പായിട്ടും ഗേറ്റ് സ്കോർ. അതായത് പ്രൊഡക്ഷൻ എഞ്ചിനീയറിംഗ് സബ്ജക്റ്റ്, തെർമൽ, FM, പിന്നെ ഇൻഡസ്ട്രിയൽ മീൻസ് നമ്മുടെ വൈബ്രേഷൻ ടോപ്പിക്, തിയറി ഓഫ് മെഷീൻ ആൻഡ് വൈബ്രേഷൻ, ഇത്രയും സബ്ജക്ട്സ് ഇമ്പോർട്ടൻസ് കൊടുത്ത് കംപ്ലീറ്റ് പഠിച്ചാൽ തന്നെ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഗേറ്റ് സ്കോർ അല്ലേ. പിന്നെ നമ്മുടെ മാക്സിമം ആപ്റ്റിറ്റ്യൂഡ് ഓൾറെഡി പഠിക്കുന്നുണ്ട്. അതിൽ നിന്നൊരു 28 ഒരു 50%, ഒരു 14 മാർക്ക് നമ്മൾ സ്കോർ ചെയ്യുക. ബാക്കി ഈ മെക്കാനിക്കൽ കോർ സബ്ജക്ട്സുകൾക്ക് കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക. അങ്ങനെയാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഗേറ്റ് സ്കോർ കിട്ടും. പിന്നെ മാക്സിമം നിങ്ങൾ എത്രമാത്രം കംപ്ലീറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുന്നു അതിനനുസരിച്ച് നിങ്ങൾക്ക് ഗേറ്റ് സ്കോർ കൂട്ടാൻ. അപ്പോൾ നിങ്ങളിപ്പോൾ ഗേറ്റ് 2024 ട്രൈ കൊടുക്കാത്ത കുട്ടികളാണെങ്കിൽ ഇനിയും നിങ്ങൾക്ക് ഒരു 60 ഡേയ്സ് മുന്നിലുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ആപ്റ്റിറ്റ്യൂഡും മാക്സും ജസ്റ്റ് ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നോക്കുക. നമുക്കൊരു മിനിമം 10 to 12 മാർക്സ് എങ്കിലും സ്കോർ ചെയ്യാൻ പറ്റുന്ന നോക്കുക. പിന്നെ നിങ്ങൾ മെയിനായിട്ട് പ്രൊഡക്ഷൻ എഞ്ചിനീയറിംഗ്, തെർമൽ എഞ്ചിനീയറിംഗ്, ഫ്ലൂയിഡ് മെക്കാനിക്സ് ഈ 3 സബ്ജക്റ്റുകളെങ്കിലും മിനിമം നിങ്ങളൊന്ന് കവർ ചെയ്തിട്ട് പോകാനായിട്ട് ശ്രമിക്കുക. അങ്ങനെയാണെങ്കിൽ തന്നെ മേ ബി ബൈ ലക്ക് നിങ്ങൾക്ക് എന്താ ഗേറ്റ് സ്കോർ മേ ബി ഒന്ന് കവർ ചെയ്യാനായിട്ട് പറ്റും. ഇത്രയും കാര്യങ്ങളൊക്കെ മിനിമം നിങ്ങൾ നോക്കിയിട്ട് പോയാൽ. ഇനി ഗേറ്റ് 2025 നമ്മൾ ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ ഞാൻ ഈ പറഞ്ഞ പ്രിപ്പറേഷൻ മോഡിൽ നിങ്ങളൊന്ന് പഠിച്ചു തുടങ്ങിയ, മെയ് മുതൽ ഒന്ന് പഠിച്ചു തുടങ്ങിയ, ആ സബ്ജക്ട് പ്രിഫറൻസോടുകൂടി നിങ്ങളൊന്ന് പഠിച്ചു തുടങ്ങിയ മാക്സിമം നല്ല മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പം വെയിറ്റേജ് മനസ്സിലാക്കി വെച്ച് തന്നെ വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ, പ്രിപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട്. അപ്പോൾ ഈ ഒരു വെയിറ്റേജ് തന്നെയാണ് മോസ്റ്റ്ലി ഞാനൊരു കഴിഞ്ഞ 3-4 വർഷത്തെ ഗേറ്റ് ക്വസ്റ്റ്യൻസുകൾ അനലൈസ് ചെയ്തിട്ട് തന്നെയാണ് ഈ ഒരു വെയിറ്റേജ് മേക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ മോസ്റ്റ്ലി ഈ ഒരു വെയിറ്റേജ് നമുക്ക് ഇനി വരാൻ പോകുന്ന ഗേറ്റ് എക്സാമിന് നമുക്ക് എന്ത് ചെയ്യാം, പ്രതീക്ഷിക്കാം. ഓക്കെ, അപ്പോൾ അത് നമുക്ക് മനസ്സിലായി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് നോർമലി ഗേറ്റ് സ്കോർ, നമ്മുടെ ഗേറ്റ് സ്കോറിന് അനുസരിച്ച് നമുക്ക് എന്തൊക്കെ ഓപ്പർച്യൂണിറ്റീസ് ആണുള്ളത്. ഇപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് മിനിമം ഒരു എബവ് 30 മാർക്സ് ഉണ്ടെങ്കിൽ ഗേറ്റ് സ്കോർ നമുക്ക് കിട്ടും അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന മാർക്ക് ഒരു 30-40 ഇൻ ബിറ്റ്വീൻ ആയിട്ടാണ് നിങ്ങൾക്ക് ഗേറ്റ് സ്കോർ കിട്ടുന്നതെന്ന് വിചാരിക്കുക അല്ലെ, മാർക്ക് കിട്ടുന്നത് വിചാരിക്കുക. ഏകദേശം കട്ട് ഓഫ് ഒരു 28 അല്ലെങ്കിൽ 30, ഇനി കട്ട് ഓഫ് 31 വന്ന ഒരു 40 മാർക്ക്, ആ കട്ട് ഓഫും ഒരു 40 മാർക്കിന് ജസ്റ്റ് നിങ്ങൾ ഗേറ്റ് കട്ട് ഓഫ് ക്ലിയർ ചെയ്തു ഒരു വാലിഡ് ഗേറ്റ് സ്കോർ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താ MTech അഡ്മിഷൻ സ്റ്റേറ്റ് നമ്മുടെ കേരള ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജിൽ നിങ്ങൾക്ക് MTech അഡ്മിഷൻ ലഭിക്കും അല്ലേ. ജസ്റ്റ് ഗേറ്റ് സ്കോർ ക്ലിയർ ചെയ്താൽ തന്നെ നമുക്ക് കേരള ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജിൽ MTech അഡ്മിഷൻ ലഭിക്കും. അതിൻ്റെ പ്രത്യേകത എന്താ, നമുക്ക് സ്റ്റൈഫൻഡ് പെർ മന്ത് 12,400 രൂപ നമുക്ക് സ്റ്റൈഫൻഡ് ആണ്. അപ്പോൾ സ്റ്റൈഫൻഡോട് കൂടി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങളുടെ പോസ്റ്റ് ഗ്രാജുവേഷൻ നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി നിങ്ങളുടെ ഗേറ്റ് സ്കോർ ഒരു 40, ഗേറ്റിൻ്റെ മാർക്ക് 100-ൽ ഒരു 40-നും 55-നും ഇൻ ബിറ്റ്വീൻ ആയിട്ടാണ് നിങ്ങളുടെ മാർക്കെങ്കിലോ നിങ്ങൾക്ക് ഉറപ്പായിട്ടും സ്റ്റേറ്റ് ഗവൺമെൻറ് കോളേജിൽ ഉറപ്പായിട്ടും പോസ്റ്റ് ഗ്രാജുവേഷൻ കിട്ടും. അല്ലെങ്കിൽ NITs നമ്മുടെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ടോപ്പ് NITസിലൊക്കെ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാൻ സാധിക്കും. അവിടെ നിങ്ങൾക്ക് സ്റ്റൈഫൻഡ് 12,400 കിട്ടും. അപ്പം NITസിലൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ കോറിൽ PG എടുക്കാൻ സാധിച്ചുള്ള അഡ്വാൻറ്റേജ് എന്താ, അവിടെ കോർ കമ്പനീസ് പ്ലേസ്മെൻറ്റ് വരും. അപ്പം നമുക്ക് ടോപ്പ് കമ്പനീസിൽ പ്ലേസ്ഡ് ആവാനുള്ള സാധ്യതയും അവിടെ കൂടുതലാണ്. ഓക്കെ, ഇനി നിങ്ങളുടെ മാർക്ക് ഏകദേശം ഒരു 55 മുതൽ 62 റേഞ്ചിലാണ് നിങ്ങളുടെ ഗേറ്റിൻ്റെ മാർക്ക് വരുന്നതെങ്കിൽ നിങ്ങൾക്ക് ഏതൊരു NIT, അതിനി ടോപ്പ് A ഗ്രേഡ് NIT ആയിക്കോട്ടെ, B ഗ്രേഡ് NITs ആണെങ്കിൽ ഏതൊരു NITയിൽ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടും. IITs, പുതിയ IITs നമുക്കറിയാം B ഗ്രേഡിലുള്ള പുതിയ IIT പാലക്കാട്, IIT ഹൈദരാബാദ് പോലെയുള്ള IITസിൽ നമുക്ക് അഡ്മിഷൻ കിട്ടാനുള്ള സാധ്യതയുണ്ട്. സ്റ്റൈഫൻഡ് എല്ലായിടത്തും ഒരേപോലെ തന്നെ ഓരോ മാസം 12,400 ഉണ്ട്. പിന്നെ ഇവിടെ എന്താ, വിൽ ഗെറ്റ് ദ ജോബ് ഇൻ കോർ ഫീൽഡ് ത്രൂ പ്ലേസ്മെന്റ്സ് അല്ലേ. കാരണം നമ്മൾ കേരള ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജൊക്കെ പഠിക്കുമ്പോൾ നമുക്ക് ഉറപ്പായിട്ടും കോർ ഫീൽഡിൽ ജോബ് കിട്ടുമെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ NITs തന്നെ ചിലപ്പം കുറച്ച് ഗ്രേഡ് കുറഞ്ഞ NITs ആകുമ്പോൾ നമുക്ക് ജോബ് ഷുവറിറ്റി പറയാൻ പറ്റില്ല. പക്ഷേ നിങ്ങൾ ഈ ഒരു മാർക്ക് റേഞ്ചിൽ വന്നാൽ നിങ്ങൾക്ക് ടോപ്പ് NITs കിട്ടും MTech, മാത്രമല്ല IITസിലും കിട്ടും. അവിടെയൊക്കെ MTech ചെയ്താലുള്ള അഡ്വാൻറ്റേജ് എന്താ, ഉറപ്പായിട്ടും നിങ്ങൾ പഠിക്കുന്ന ഫീൽഡിൽ, നിങ്ങൾ സ്പെഷ്യലൈസ് ചെയ്ത ഫീൽഡിൽ തന്നെ നിങ്ങൾക്ക് ജോബ് കിട്ടും. അവിടെ ഹൈ പാക്കേജിലായിരിക്കും നിങ്ങൾക്ക് ജോബ് ഓഫർ വരുന്നത് അല്ലേ. ഇനി നിങ്ങളുടെ മാർക്ക് ഒരു 62-72 റേഞ്ചിലോട്ടൊക്കെ പോയാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഏതൊരു IITയിൽ കിട്ടും, അല്ലെങ്കിൽ IIScയിൽ നിന്നും നിങ്ങൾക്ക് PG ചെയ്യാൻ പറ്റും.
സ്റ്റൈഫൻഡ് ഉണ്ട്, നിങ്ങൾക്ക് ജോബ് നിങ്ങളുടേതായ കോർ ഫീൽഡിൽ ജോബ് കിട്ടും. മാത്രമല്ല വിൽ ഗെറ്റ് എ ഇൻ്റർവ്യൂ കോൾ ഫ്രം ഡിഫറെൻറ്റ് PSUs. ഞാൻ പറഞ്ഞു ഗേറ്റ് സ്കോർ, ടോപ്പ് ഗേറ്റ് സ്കോർ ഉണ്ടെങ്കിൽ നമുക്ക് പബ്ലിക് സെക്ടർ യൂണിറ്റുകളിൽ നിന്ന് ഡയറക്റ്റ് ഇൻ്റർവ്യൂ കോൾ ലെറ്റർ വരും. അതുവഴി നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ജോബിലേക്കും ഹൈ പാക്കേജ് ഉള്ള ജോബിലേക്കും പോകണം. അപ്പോൾ അങ്ങനെയുള്ള ഓപ്പർച്യൂണിറ്റിയൊക്കെ ഈ ഒരു മാർക്ക് റേഞ്ച് വന്നാൽ തന്നെ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ഓക്കെ, ഇനി നിങ്ങളുടെ മാർക്ക് ഒരു 72 to 80 ടോപ്പിലേക്ക് പോവുകയാണെങ്കിൽ IITs IISCയിലെല്ലാം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. സ്റ്റൈഫൻഡ് ഉണ്ട്, കോർ ഫീൽഡ്, അതേപോലെ PSUs, ബാർക്ക്, DRDO പോലെയുള്ള സ്ഥാപനങ്ങളിൽ നിന്ന് നമുക്ക് ഇൻ്റർവ്യൂ കോൾ ലെറ്റർ, ജോബ്സ് ഓപ്പർച്യൂണിറ്റീസ് എല്ലാം വരണം. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് നമ്മുടെ മുന്നിലേക്ക് ഓപ്പൺ ചെയ്ത് വരുവാണ് എന്ത് ഗേറ്റ് എന്ന് പറയുന്ന ആ ഒരു എക്സാമിലൂടെ അല്ലേ. അപ്പം നമുക്കത് തേർഡ് ഇയർ ബിടെക് പഠിക്കുന്ന ആ ഒരു ബിടെക് തേർഡ് ഇയറും തൊട്ട് തന്നെ നമുക്ക് ഈ ഒരു ജേർണി നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. അപ്പം തേർഡ് ഇയറിൽ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പ്രോബ്ലംസ് വന്ന് മിസ്റ്റേക്ക് സംഭവിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫൈനൽ ഇയർ റെക്ടിഫൈ ചെയ്യാൻ പറ്റും. ഫൈനൽ ഇയർ കഴിഞ്ഞ് കഴിഞ്ഞാണെങ്കിൽ നിങ്ങൾക്ക് 1-2 വർഷം ട്രൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ഒരു ടൈം ലിമിറ്റ് കൊണ്ട് തന്നെ നിങ്ങൾക്ക് മാക്സിമം നല്ലൊരു ഗേറ്റ് സ്കോറിലേക്ക് എത്തിപ്പെടാനായിട്ട് സാധിക്കും അല്ലേ. ഓരോ പ്രാവശ്യവും നമുക്ക് ഗേറ്റ് സ്കോർ കൂട്ടി വരാം. ടോപ്പിലേക്ക് വരുമ്പോൾ ഓപ്പർച്യൂണിറ്റീസ് എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് ഓൾറെഡി പറഞ്ഞു തന്നു. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഗേറ്റ് എക്സാം എന്ന് പറയുന്ന ആ ഒരു എക്സാമിലൂടെ നിങ്ങളുടെ മുന്നിലേക്ക് കിട്ടുന്ന സാധ്യതകൾ ഇതൊക്കെയാണ്. അപ്പോൾ നമ്മുടെ എൻട്രിയിൽ ഓൾറെഡി ഗേറ്റിൻ്റെ കോഴ്സ് ഓൾറെഡി അവൈലബിൾ ആണ്. നമുക്ക് ഗേറ്റിൻ്റെ ഗോൾഡ് ബാച്ച് ഉണ്ട്. അപ്പോൾ ഈ ഗോൾഡ് ബാച്ചിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഓൾറെഡി റെക്കോർഡഡ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഓൾറെഡി ആപ്പിൽ അവൈലബിൾ ആണ്. ആ റെക്കോർഡ് ക്ലാസ്സസിനെ ബേസ് ചെയ്തൊരു സ്റ്റഡി പ്ലാൻ നിങ്ങൾക്ക് കാണും. നിങ്ങൾക്കൊരു പേഴ്സണലൈസ്ഡ് മെൻറ്റർ കാണും. അതിന് ബേസ് ചെയ്ത് നമ്മൾ വീക്ക്ലി ലൈവ് സെഷൻസുകൾ നമ്മൾ എന്ത് ചെയ്യും, കണ്ടക്ട് ചെയ്യും. ഈ ലൈവ് സെഷൻസിൽ മാക്സിമം ക്വസ്റ്റ്യൻസുകളായിരിക്കും. നിങ്ങൾക്ക് ഓൾറെഡി ആപ്പിൽ റെക്കോർഡ് ക്ലാസ്സസ് കാണും. ആ റെക്കോർഡ് ക്ലാസ് വെച്ച് നിങ്ങൾക്ക് കൺസെപ്റ്റ്സുകൾ പഠിക്കാം, ഷോർട്ട് നോട്ട്സുകൾ നിങ്ങൾക്ക് മേക്ക് ചെയ്യാം. ദെൻ ഇതിനെ ബേസ് ചെയ്ത് നമ്മൾ വീക്ക്ലി എന്ത് ചെയ്യും, ലൈവ് സെഷൻസ് കണ്ടക്ട് ചെയ്യും. ആ ലൈവ് സെഷൻസിൽ നമ്മൾ മാക്സിമം ക്വസ്റ്റ്യൻസുകളാണ് നമ്മൾ വർക്കൗട്ട് ചെയ്തത്. പ്രീവിയസ് ഇയർ ഗേറ്റിന് ചോദിച്ച ക്വസ്റ്റ്യൻസുകളൊക്കെ നമ്മൾ വർക്കൗട്ട് ചെയ്യും. അപ്പോൾ നിങ്ങളുടെ ഡൗട്ട്സുകളും കാര്യങ്ങളും ഒക്കെ കറസ്പോണ്ടിങ് ഫാക്കൽറ്റിയുമായിട്ട് ഇൻട്രാക്ട് ചെയ്ത് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്ലിയർ ചെയ്യാനായിട്ട് സാധിക്കും. മാത്രമല്ല നിങ്ങൾക്ക് നല്ലൊരു സ്റ്റഡി പ്ലാൻ കാണും. നിങ്ങൾക്ക് ഓരോ ആപ്പിൽ ഓരോ ദിവസവും നിങ്ങൾക്ക് പഠിക്കേണ്ട ടോപ്പിക്കുകൾ ഏതൊക്കെയാണ് എന്നുള്ളത് നിങ്ങൾക്ക് വ്യക്തമായി തന്നെ സ്റ്റഡി പ്ലാനിൽ പറയുന്നുണ്ടായിരിക്കും. അത് വെച്ച് തന്നെ നിങ്ങൾ മാക്സിമം കവർ ചെയ്ത് പോകാനായിട്ട് സാധിക്കും. അതേപോലെ നിങ്ങൾക്ക് പേഴ്സണലൈസ്ഡ് മെൻറ്റർഷിപ്പ് ആണ്. നിങ്ങളുടെ ഡൗട്ട്സുകളും കാര്യങ്ങളും ഒക്കെ ക്ലിയർ ചെയ്യാനും നിങ്ങളുടെ സ്റ്റഡി പ്ലാനൊക്കെ നിങ്ങൾക്ക് അറേഞ്ച് ചെയ്ത് തരാനായിട്ട് നിങ്ങൾക്കായിട്ടൊരു പേഴ്സണലൈസ്ഡ് മെൻറ്ററും അവിടെ അവൈലബിൾ ആണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഗോൾഡ് ബാച്ചിൽ കൊടുക്കുന്ന ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഗേറ്റിൻ്റെ കോഴ്സ് പോകുന്നത്. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ അറ്റ് പ്രസൻറ്റ് പഠിച്ചുകൊണ്ടിരിക്കുന്ന ബിടെക് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഉദ്യോഗാർത്ഥിയാണെങ്കിൽ അല്ല, ഫൈനൽ ഇയർ കഴിഞ്ഞ് നിങ്ങളൊരു പ്രൈവറ്റ് ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആളാണെങ്കിൽ തന്നെയും നിങ്ങൾക്ക് പാരലി ഗേറ്റ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്ത് പോകാം. അപ്പോൾ നിങ്ങൾ 2024 ജസ്റ്റ് ഞാൻ പറഞ്ഞ പോലെ പ്രിപ്പയർ ചെയ്യുന്നതിൽ തന്നെ ഒരു ട്രൈ കൊടുക്കുക. ബട്ട് 2025 കംപ്ലീറ്റ് ആയിട്ട് ഫോക്കസ് ചെയ്ത് തന്നെ പഠിക്കുക. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ മാക്സിമം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മാക്സിമം കണ്ടൻസുകൾ കാര്യങ്ങൾ മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചിരുന്നാൽ മതി. അപ്പോൾ നമ്മൾ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ എൻട്രിയിലെ ഈ ഗേറ്റിൻ്റെ ഗോൾഡ് ബാച്ച് ഡീറ്റെയിൽസ് അറിയുന്നതിനായി നിങ്ങൾ ഈ പറയുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ ലഭിക്കുന്നതാണ്. അപ്പോൾ ഇനിയും നമ്മൾ ഗേറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടൻസുകൾ ഈ ഒരു ചാനലിലൂടെ തന്നെ നിങ്ങളുമായിട്ട് മാക്സിമം ഷെയർ ചെയ്യുന്നതാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട് സർക്കിളിലേക്ക് ഷെയർ ചെയ്യുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് മറ്റൊരു വീഡിയോ സെഷനിൽ വീണ്ടും കാണാം. അണ്ടിൽ ദെൻ, താങ്ക് യു, ടേക്ക് കെയർ.